What is the next number of the perfect square number sequence 1, 4, 9 etc. അല്ലേ? അപ്പോൾ അടുത്തത് ഏതാണ്? 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സ്ക്വയർ ആണ്. പിന്നെ 2 സ്ക്വയർ ആണ് എന്ത്? 4. 3 സ്ക്വയർ ആണ് 9. അപ്പോൾ 1, 4, 9 വന്നു. ഇനി അടുത്തത് 4 സ്ക്വയർ ആയിരിക്കും. അത് 16 ആണ് അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ആൻസർ 16 ആണ്. ഓക്കെ. Second question, read the two statements given below. First statement എന്താ പറയുന്നത്? If the sum of second and fifth term of an arithmetic sequence is 17, then the sum of third and fourth term is also 17. Second statement എന്താണ്? In an arithmetic sequence, if the sum of two position is equal to the sum of other two position, that the sum of terms at each pair is same. അതായത് പൊസിഷൻസിൻ്റെ സമ്മ് സെയിം ആണെങ്കിൽ ആ ടേംസിൻ്റെ സമ്മ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവാനുള്ള കാരണം എന്താണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കൂടിയ തന്നെയാണ് അല്ലേ? ആൻസർ ഈസ് സി ആണ് അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വേർ ഈച്ച് ടേംസ് ലീവ് റിമൈൻഡർ 4 ഓൺ ഡിവിഷൻ ബൈ 6. ഈസ് ദിസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വൈ? അതായത് നമ്മൾ ഒരു സീക്വൻസ് എഴുതണം. എങ്ങനത്തെ സീക്വൻസ് ആണ്? 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 4 കിട്ടുന്ന നമ്പേഴ്സ്. അതെന്താണ്? ഈ സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം എന്തായിരിക്കും? എന്താണ്? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4 കിട്ടണം. അത് അങ്ങനത്തെ നമ്പേഴ്സ് എന്താണ്? 6ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 4 ആഡ് ചെയ്ത നമ്പേഴ്സ് ആയിരിക്കും അല്ലേ? 6ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു n അല്ലെങ്കിൽ 6 തന്നെയാണ് 6ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ? കാരണം എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക. എന്നിന് 1 ഇട്ട് കൊടുത്താൽ 6 ഇൻറ്റു 1, എന്നിന് 2 കൊടുത്താൽ 6 ഇൻറ്റു 2. അതൊക്കെ എന്താണ്? 6ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അപ്പോൾ 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് എന്ത്? 6n. പിന്നെ എന്താണ്? റിമൈൻഡർ 4 കിട്ടണം അല്ലേ? അപ്പോൾ +4 അല്ലേ? 6ൻ്റെ മൾട്ടിപ്പിൾസിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6ൻ്റെ മൾട്ടിപ്പിൾ എന്തായി പോവും? കോഷ്യൻ്റ് ആയിട്ട് പോവും. ബാക്കി 4 റിമൈൻഡർ ആയിട്ടിരിക്കും അല്ലേ? അപ്പോൾ ആൽജിബ്രിക് ഫോം എന്താണ്? 6n + 4 ആണ്. അപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ആണല്ലേ? കാരണം എന്താണ്? ഇത് an + b എന്ന ഫോമിലാണ് അല്ലേ? an + b എന്ന ഫോമിലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി എന്താണ്? ബി നോക്കാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് റിമൈൻഡേഴ്സ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ദ ഓഡ് നമ്പേഴ്സ് ബൈ 10. ഈസ് ദിസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വൈ? അതായത് ഓഡ് നമ്പേഴ്സിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് ഇല്ല, അതൊരു സീക്വൻസ് ആയിട്ട് എഴുതണം. അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓഡ് നമ്പേഴ്സ് നമുക്കറിയാം ഏതൊക്കെയാണ്? 1, 3, 5, 7, 9, 11, 13 എക്സെട്ര. ഇതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ് അല്ലേ? അപ്പോൾ ഇവയെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് എന്താണ്? അപ്പോൾ ആദ്യം 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്താ കിട്ടുക? 1 ആണ് കിട്ടുക അല്ലേ? അപ്പോൾ 1. അതേപോലെ 3യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 കിട്ടും. 5നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 5 കിട്ടും. 7നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്താ? 7 കിട്ടും. 9നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്താണ്? 9 കിട്ടും. 11നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ റിമൈൻഡർ എന്താ? 1 ആണ് കിട്ടുക അല്ലേ? 11 കിട്ടില്ല, 1 എന്ന് കിട്ടും. പിന്നെ അടുത്ത് 13നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ റിമൈൻഡർ എന്താണ്? 3 ആണ് കിട്ടുക അല്ലേ? അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അല്ല. കാരണം അരിത്തമെറ്റിക് സീക്വൻസിൽ എന്താണ്? കോമൺ ഡിഫറൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോവാണ്. കോമൺ ഡിഫറൻസ് എന്താ? 1ഉം 3യും തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എന്താ? 3 - 1 അത് 2 ആണ്. 5ഉം 3യും തമ്മിലുള്ള കോമൺ ഡിഫറൻസ് 2 ആണ്. 7ഉം 5ഉം തമ്മിലുള്ള കോമൺ ഡിഫറൻസ്, അതായത് 7 - 5 2 ആണ്. 9ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. പക്ഷേ 1ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? -8 ആണ് അല്ലേ? അപ്പോൾ ഇത് കോമൺ ഡിഫറൻസ് എന്താ? സെയിം അല്ല. ഡിഫറൻസ് സെയിം അല്ല. അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. 14, 23, 32 is an arithmetic sequence. Is the difference between any two terms of this sequence be 108? അതായത് ഈ സീക്വൻസിലെ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് 108 ആവുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണ്?
അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ 14ഉം 23യും അടുത്തടുത്തുള്ള രണ്ട് ടേംസ് ആണ്. അപ്പോൾ അവയുടെ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. 14നെയും 23നെയും ഡിഫറൻസ് എന്താ? 23 - 14. അതെത്രയാണ്? 9 ആണ് അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ്? 9 ആണ് ഈ സീക്വൻസിൻ്റെ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്താണ്? 108 ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ടേം ഡിഫറൻസ് ആണ് എന്ത് 108. രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് അല്ലേ. 108 എന്ന് പറയുന്നത് എന്താണ്? 9ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ. നോക്കൂ, 108/9 എന്താണ്? 12 ആണ് അല്ലേ. അപ്പോൾ 108 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 × 12 ആണ് അല്ലേ. 9 × 12 9ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. 9 എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് അല്ലേ. അപ്പോൾ 108 കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. മൾട്ടിപ്പിൾ ഓഫ് 9, അതായത് മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എപ്പോഴും എന്താണ്? 9ൻ്റെ മൾട്ടിപ്പിൾ ആവണം അല്ലേ. അപ്പോൾ 108 9ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. സോ 108 ക്യാൻ ബി ദ ഡിഫറൻസ് ഓഫ് എനി ടു ടേംസ് ഓഫ് ദി സീക്വൻസ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫൈൻഡ് ദ 15th ടേം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിലെ 15th ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടേം x1 എന്താണ്? 14 ആണ്. ഇനി x15 ആണ് കണ്ടുപിടിക്കേണ്ടത്. 15th ടേം അല്ലേ. അതെത്രയാണ് നമുക്ക് അറിയില്ല. പക്ഷെ നമുക്കറിയാം ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 15 കിട്ടുക, x15 കിട്ടുക. അതിന് വേണ്ടിയിട്ട് ഈ 15ൽ നിന്നും 1 മൈനസ് ചെയ്യുക. 15 - 1 അത് 14 അല്ലേ. അപ്പോൾ 14 കോമൺ ഡിഫറൻസ് 14d ആഡ് ചെയ്യുമ്പോഴാണ് x15 കിട്ടുക അല്ലേ. അതായത് x1 + 14d ആണ് എന്ത്? x15 എന്ന് പറയുന്നത്. x1 എത്രയാണ്? 14 അല്ലേ. 14 + 14 × d എത്രയാണ്? കോമൺ ഡിഫറൻസ് അത് 9 ആണ് അല്ലേ. 14 + 14 × 9 = എന്ത്? x15 അല്ലേ. ദാറ്റ് ഈസ് ഈ 14 എന്ന് പറഞ്ഞാൽ എന്താണ്? 14 × 1 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ 14 × 1 + 14 × 9 = x15. അപ്പോൾ ഈ രണ്ട് ടേമിലും എന്ത്? 14 കോമൺ ആണ്. അപ്പോൾ 14 പുറത്തെടുത്താൽ ആദ്യത്തെ ടേമിൽ 14 പുറത്തെടുത്താൽ ബാക്കി 1 നടക്ക് സൈന്. അടുത്ത ടേമിൽ 14 പുറത്തെടുത്താൽ ബാക്കി 9 അല്ലേ. x15. ദാറ്റ് ഈസ് 14 × 1 + 9 10 x15 അല്ലേ. അപ്പോൾ 14 × 10 എന്താണ്? 140 അല്ലേ. അപ്പോൾ 140 x15 ആയി. അപ്പോൾ 15th ടേം എന്താണ്? 140. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 230 ഇൻ ദ സീക്വൻസ്. ഈ സീക്വൻസിലെ 230യുടെ പൊസിഷൻ എത്രയാണ്? അതായത് n എത്രയാണ്? xn നമുക്ക് 230 ആയിട്ട് എടുക്കാം. അപ്പോൾ n ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്രാമത്തെ പൊസിഷൻ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം x1 എത്രയാണെന്ന് അറിയാം. അത് എത്രയാണ്? 14 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ x1ൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് xn കിട്ടുക? അതിന് വേണ്ടിയിട്ട് ഈ n-ൽ നിന്ന് 1 മൈനസ് ചെയ്യുക. അതെന്താ? n - 1 അല്ലേ. അപ്പോൾ n - 1 കോമൺ ഡിഫറൻസ് d ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് xn കിട്ടുക. ഓക്കെ, അതായത് x1 + n - 1 × d ആണ് എന്ത്? xn അല്ലേ. x1 14 ആണല്ലോ. സോ 14 + n - 1 × d. d എത്രയാണ്? നമ്മൾ കണ്ടു ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് 9 ആണ് അല്ലേ. അപ്പോൾ 9 = എന്ത്? xn. xn എത്രയാണ്? 230 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് n - 1ൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് 14 ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ +14 = അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -14 ആകും. സോ n - 1 × 9 = 230 - 14. ദാറ്റ് ഈസ് n - 1 × 9 = 230 - 14 എത്രയാണ്? 216 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് n - 1ൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് 9നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 9 = അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /9 ആകും. സോ n - 1 = 216/9. ദാറ്റ് ഈസ് n - 1 = 216/9 എത്രയാണ്? 24 ആണല്ലേ. അപ്പോൾ n - 1 24 ആണ്. അപ്പോൾ n ആണെങ്കിൽ ഈ 1നെ ഇവിടെ മൈനസ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ -1നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +1 ആകും. സോ n = 24 + 1. ദാറ്റ് ഈസ് n = എന്താണ്? 25 അല്ലേ. അപ്പോൾ 25th ടേം ആണ് എന്ത്? 230 എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം എ നോക്കാം. ദ 4th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 51 ആൻഡ് 6th ടേം ഈസ് 45. വാട്ട് ഈസ് ദ 5th ടേം?
അതായത് ഒരു സീക്വൻസിൽ 4th ടേമും 6th ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് 5th ടേം എന്തായിരിക്കും? നമുക്കറിയാം 4th ടേമിൻ്റെയും 6th ടേമിൻ്റെയും നടുക്കുള്ള ടേമാണ് എന്ത്? 5th ടേം അല്ലേ? അപ്പോൾ x5 എന്ന് പറയുന്നത് എന്താണ്? 4th ടേമിൻ്റെയും 6th ടേമിൻ്റെയും സമ്മിൻ്റെ എന്താണ്? ഹാഫ് ആയിരിക്കും അല്ലേ? മിഡിൽ ടേം ആണ് അല്ലേ? x4ൻ്റെയും x6ൻ്റെയും മിഡിൽ ടേം ആണ് x5, 5th ടേം അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ x4 എത്രയാണ്? 51 ആണ്. x6 45 ആണ് by 2. That is 96 by 2. That is 48 ആണ്. ഓക്കെ, അപ്പോൾ 5th ടേം എന്താണ്? 48 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് നമ്പർ ഈസ് ടു ബി ആഡഡ് ടു 5th ടേം ടു ഗെറ്റ് ഫസ്റ്റ് ടേം? ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള 2 ടേംസിൻ്റെ ഡിഫറൻസ് ആണല്ലോ. അപ്പോൾ ഇവിടെ അടുത്തടുത്തുള്ള 2 ടേംസ് ആണ് x4ഉം x5ഉം അല്ലേ? അപ്പോൾ അവയുടെ ഡിഫറൻസ് എന്താ? കോമൺ ഡിഫറൻസ് ആയിരിക്കും അല്ലേ? അതായത് x5 മൈനസ് x4. x5 48 ആണെന്ന് കണ്ട് മൈനസ് x4 എത്രയാണ്? 51 ആണെന്ന് കണ്ട് അല്ലേ? അപ്പോൾ 48 മൈനസ് 51 എത്രയാണ്? 51 മൈനസ് 48 3 ആണ്. അപ്പോൾ 48 മൈനസ് 51 മൈനസ് 3 ആയിരിക്കും അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താ? -3 ആണ്. ഓക്കെ, 5ൽ നിന്നും 1 മൈനസ് ചെയ്യുക. 5 മൈനസ് 1 4 അല്ലേ? അപ്പോൾ 4 കോമൺ ഡിഫറൻസ്. 4d ആഡ് ചെയ്യുമ്പോഴാണ് എന്ത്? x5 കിട്ടുക അല്ലേ? x1 പ്ലസ് 4d ഈസ് ഈക്വൽ ടു എന്ത്? x5. ദറ്റ് ഈസ് x1 പ്ലസ് 4d എന്ന് വെച്ചാൽ എന്താണ്? 4 ഇൻറ്റു കോമൺ ഡിഫറൻസ്, അതായത് 4 ഇൻറ്റു -3 ഈസ് ഈക്വൽ ടു x5 അല്ലേ? ദറ്റ് ഈസ് x1 4 ഇൻറ്റു -3 എന്ന് വെച്ചാൽ എന്താ? -12 ആണ് അല്ലേ? -12 ഈസ് ഈക്വൽ ടു എന്താണ്? x5. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് x1 കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 12നെ ഇവിടെ മൈനസ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ -12നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +12 ആകും. സോ x1 ഈസ് ഇക്വൽ ടു x5 + 12. അപ്പോൾ x5ൻ്റെ കൂടെ 12 ആഡ് ചെയ്യുമ്പോഴാണ് x1 കിട്ടുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിലെ ഫസ്റ്റ് 3 ടേംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എന്താ? -3 ആണ്. അപ്പോൾ x1 നമ്മൾ കണ്ടു, x1 മൈനസ് 12 ആണ് x5 അല്ലേ? ദാറ്റ് ഈസ് x1 മൈനസ് 12 ഈസ് ഈക്വൽ ടു x5 എത്രയാണെന്ന് നമുക്ക് കിട്ടിയത്? അപ്പോൾ 48. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് x1 കാണാം. അതിന് വേണ്ടിയിട്ട് ഈ -12നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +12 ആകും. സോ x1 ഈസ് ഈക്വൽ ടു 48 + 12. 48 + 12 എത്രയാണ്? 60 ആണ് അല്ലേ? അപ്പോൾ x1 60 ആണ്. ഫസ്റ്റ് ടേം, സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം കിട്ടി x1. അതെന്താണ്? 60. അടുത്ത ടേമോ? അടുത്ത ടേം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് എത്രയാണ്? -3 ആണല്ലോ. -3, അതായത് -3. 60 - 3 എത്രയാണ്? 57 ആണ് അടുത്ത ടേം. അപ്പോൾ അടുത്ത ടേം എന്താണ്? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് -3 അല്ല, അപ്പോൾ -3. 57 - 3 എന്താണ്? 54. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേംസ് ആണ് എന്ത്? 60, 57, 54. ഇനി ബി ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? The sum of first 7 terms of an arithmetic sequence is 133 and the sum of first 14 terms is 511. What is the 4th term? What is the 11th term? Write the first 3 terms of the sequence. Okay, അപ്പോൾ sum of first 7 terms 133 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അതായത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 പ്ലസ് x7. ഇതാണ് ഫസ്റ്റ് 7 ടേംസ്. അത് എത്രയാണ്? 133 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ നമ്പർ ആണ് അല്ലേ? അപ്പോൾ ഇതിൽ മിഡിൽ നമ്പർ ഏതാണ്? മിഡിൽ ടേം x4 ആണല്ലേ? അപ്പോൾ എത്ര ടേംസ് ഉണ്ട്? 7 അല്ലേ? അപ്പോൾ 7 × x4 ആണ് സം എന്ന് പറയുന്നത്. ഓക്കെ, 4th ടേം ആണ്. 7 × 4th ടേം ആണ് ഇവയുടെ സമ്മ്. അപ്പോൾ ഇതിൽ x4 കാണാം. x4 കാണണമെങ്കിൽ ഈ 7 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഇൻറ്റു 7 കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടപ്പോൾ /7 ആകും. സോ x4 = 133/7. അതെത്രയാണ്? 19. ഓക്കെ, അപ്പോൾ 4th ടേം എന്താണ്? 19 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ 11th ടേം. 11th ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 14 ടേംസ്
511 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം സം ഓഫ് ഫസ്റ്റ് 7 ടേംസ്, അതായത് x1 മുതൽ x7 വരെയുള്ള സം നമ്മൾ കണ്ടു, എന്ത് 133 ആണ്. ഇനി x8 മുതൽ x14 വരെ എത്രയായിരിക്കും? x8 പ്ലസ് x9 പ്ലസ് x10 പ്ലസ് x11 പ്ലസ് x12 പ്ലസ് x13 പ്ലസ് x14, ഇതെത്രയായിരിക്കും? ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് x1 മുതൽ x14 വരെയുള്ള സം എന്താണ്? 511 ആണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? x1 മുതൽ x7 വരെയുള്ള സം അതായത് 133 മൈനസ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? x8 മുതൽ x14 വരെയുള്ള സം കിട്ടും അല്ലേ? കാരണം എന്താ 511 എന്ന് പറയുന്നത് എന്താ? x1 മുതൽ x14 വരെയുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? x1 മുതൽ x7 വരെയുള്ള സം, അതായത് 133 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x8 മുതൽ x14 വരെയുള്ള സം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 5 6 7 ടേംസ് ആണുള്ളത് അല്ലേ? അപ്പോൾ 7 ഒരു ഓഡ് നമ്പർ ആണല്ലോ. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലേ? അപ്പോൾ മിഡിൽ ടേം എന്താണ് ഈ സീക്വൻസിലെ? x11 ആണ് അല്ലേ? അപ്പോൾ x11 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്, എത്ര ടേംസ് ഉണ്ട് ഇവ? x8 മുതൽ x14 വരെ 7 ആണെന്ന് നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ x11 ഇൻറ്റു 7 ആണ് എന്ത്? ഈ സം എത്രയാണ്? 511 മൈനസ് 33, അതെത്രയാണ്? ദാറ്റ് ഈസ് 378 ആണ് അല്ലേ? അപ്പോൾ x1 ഇതിൽ നിന്നും കാണാം, അതിന് വേണ്ടിയിട്ട് 7 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഇൻറ്റു 7 കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 7 ആകും. സോ x11 ഇസ്വൽ ടു 378 ബൈ 7. അതെത്രയാണ്? 54 ആണ് അല്ലേ? അപ്പോൾ x11 അതായത് 11th ടേം എന്താണ്? 54 ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിലെ ഫസ്റ്റ് 3 ടേംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം x4 കിട്ടിയിട്ടുണ്ട്. x4 എത്രയാണ്? 19 ആണ്. പിന്നെ x11 കിട്ടിയിട്ടുണ്ട്, അത് എത്രയാണ്? 54 ആണ് അല്ലേ? അപ്പോൾ x4ൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് x11 കിട്ടുക? അതിന് വേണ്ടിയിട്ട് 11ൽ നിന്ന് 4 മൈനസ് ചെയ്യുക. 11 മൈനസ് 4 എത്രയാണ്? 7 അല്ലേ? അപ്പോൾ 7 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത്? x11 കിട്ടുക അല്ലേ? അതായത് x4 പ്ലസ് 7d ഈസിക്കൽ ടു എന്ത്? x11 അല്ലേ? x4 എത്ര? 19 അല്ലേ? അപ്പോൾ 19 പ്ലസ് 7d ഈസിക്കൽ ടു x11 എത്ര? 54. അപ്പോൾ ഇതിൽ നിന്നും 7d കാണാം, അതിന് വേണ്ടിയിട്ട് 19 ഇവിടെ ആഡ് ചെയ്തേക്കില്ലേ? അപ്പോൾ പ്ലസ് 19 കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 19 ആകും. സോ 7d ഈസിക്കൽ ടു 54 മൈനസ് 19. ദാറ്റ് ഈസ് 7d ഈസിക്കൽ ടു 54 മൈനസ് 19 എത്രയാണ്? 35 ആണ് അല്ലേ? അപ്പോൾ 7d 35 ആണ്. അപ്പോൾ d കാണാൻ വേണ്ടിയിട്ട് ഈ 7 ഇവിടെ ഇൻറ്റു ചെയ്തേക്കില്ല. അപ്പോൾ ഇൻറ്റു 7 കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 7 ആകും. സോ d ഈസിക്കൽ ടു 35 ബൈ 7. 35 ബൈ 7 എത്രയാണ്? 5 ആണ് അല്ലേ? അപ്പോൾ d കോമൺ ഡിഫറൻസ് എന്താണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതെത്രയാണെന്ന് അറിയില്ല, പക്ഷേ x4 അറിയാം, അതെത്ര? 19 ആണെന്ന് കിട്ടി നമുക്ക് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് x4 കിട്ടുക? അതിന് വേണ്ടിയിട്ട് ഈ 4ൽ നിന്ന് 1 മൈനസ് ചെയ്യുക. 4 മൈനസ് 1 3 അല്ലേ? അപ്പോൾ 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് x4 കിട്ടുക അല്ലേ? അതായത് x1 പ്ലസ് 3d ഈസിക്വൽ ടു എന്ത്? x4 എത്ര? 19. ദാറ്റ് ഈസ് x1 പ്ലസ് 3d എത്രയാണ്? 5 അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 5 ഈസിക്വൽ ടു 19. ദാറ്റ് ഈസ് x1 പ്ലസ് 15 ഈസിക്വൽ ടു 19. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് x1 കാണാം, അതിന് വേണ്ടിയിട്ട് ഈ 15 ഇവിടെ ആഡ് ചെയ്തേക്കില്ലേ? അപ്പോൾ പ്ലസ് 15 കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 15 ആകും. സോ x1 ഈസിക്വൽ ടു 19 മൈനസ് 15. 19 മൈനസ് 15 എത്ര? 4 ആണ് അല്ലേ? അപ്പോൾ ഈ സീക്വൻസിൽ ഫസ്റ്റ് 3 ടേംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടേം x1, അത് 4. അടുത്ത ടേം എന്താണ്? അത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് എത്ര? 5 അല്ലേ? 4 പ്ലസ് 5 അതെത്രയാണ്? 9 ആണ്. ഇനി അടുത്ത് ടേം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അതെത്ര? 5 അല്ലേ കോമൺ ഡിഫറൻസ്? അപ്പോൾ 9 പ്ലസ് 5 14. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് 3 ടേംസ്, 4 9 14. ഓക്കെ,
The fifth term of an arithmetic sequence is 42 and eighth term is 62. Find the second term. അതായത് ഒരു സീക്വൻസിലെ ഫിഫ്ത്ത് ടേം അതായത് x5 എത്രയാണ് 42 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ x8 അത് എത്രയാണ് 62 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം x5ൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് x8 കിട്ടുക. അത് കാണാൻ വേണ്ടിയിട്ട് ഈ 8ൽ നിന്നും 5 മൈനസ് ചെയ്യുക. 8 മൈനസ് 5 എത്രയാണ് 3 അല്ലേ. അപ്പോൾ 3 കോമൺ ഡിഫറൻസ് 3d ആഡ് ചെയ്യുമ്പോഴാണ് x8 കിട്ടുക അല്ലേ. അതായത് x5 പ്ലസ് 3d യൂസിക്കൽ x8. x5 എത്രയാണ് 42 അല്ലേ. അപ്പോൾ 42 പ്ലസ് 3d ആണ് എന്ത് x8 അതായത് 62. ഇതിൽ നിന്നും d കാണാം. അതിന് വേണ്ടിയിട്ട് 42നെ ഇവിടെ ആഡ് ചെയ്തേക്കില്ലേ. അപ്പോൾ പ്ലസ് 42നെ കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 42 ആകും. സോ 3d ഈസിക്കൽ 62 മൈനസ് 42. ദാറ്റ് ഈസ് d ഈസിക്കൽ ടു 62 മൈനസ് 42 എത്രയാണ് 20 ആണല്ലേ. അപ്പോൾ 3d ഈസിക്കൽ ടു എന്താണ് 20. അപ്പോൾ ഇതിൽ നിന്നും d കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 3യെ കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 3 ആകും. സോ d ഈസിക്കൽ ടു 20/3. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് 20/3 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, x2 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ x2 എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ x5 തന്നിട്ടുണ്ട്. അത് എത്രയാണ് 42 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ x2ൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് x5 കിട്ടുക. അതിന് വേണ്ടിയിട്ട് ഈ 5ൽ നിന്ന് 2 മൈനസ് ചെയ്യുക. 5 മൈനസ് 2 3 അല്ലേ. അപ്പോൾ 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ x2 പ്ലസ് 3d ആണ് എന്ത് x5 അല്ലേ. x2 പ്ലസ് 3d ഈസ് ഈക്വൽ ടു x5. x5 എത്രയാണ് 42. ഓക്കെ, 3d നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടു, എന്താണ് 20 ആണ് അല്ലേ. അപ്പോൾ x2 പ്ലസ് 20 ഈസ് ഈക്വൽ ടു 42. അപ്പോൾ ഇതിൽ നിന്ന് x2 കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഈ 20 ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ പ്ലസ് 20യെ കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 20 ആകും. സോ x2 ഈസ് ഈക്വൽ ടു 42 മൈനസ് 20. 42 മൈനസ് 20 എത്രയാണ് 22 ആണല്ലേ. സോ സെക്കൻഡ് ടേം എന്താണ് 22 ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് 14th ടേം. x14 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പക്ഷേ x8 തന്നിട്ടുണ്ട് അല്ലേ. 8th ടേം തന്നിട്ടുണ്ട്. അത് എത്രയാണ് 62 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 8th ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് x14 കിട്ടുക. അതിന് വേണ്ടിയിട്ട് ഈ 14ൽ നിന്നും 8 മൈനസ് ചെയ്യുക. 14 മൈനസ് 8 അത് എത്രയാണ് 6 ആണല്ലേ. അപ്പോൾ 6 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് x14 കിട്ടുക അല്ലേ. അതായത് x8 പ്ലസ് 60 ആണ് എന്ത് x14. x8 എത്രയാണ് 62 അല്ലേ. അപ്പോൾ 62 പ്ലസ് 6d ഈസിക്കൽ ടു എന്ത് x14 ആണ്. ദാറ്റ് ഈസ് 62 പ്ലസ് 6 ഇൻറ്റു d. d എത്രയാണ് 20/3 ആണ് അല്ലേ. അപ്പോൾ 6 ഇൻറ്റു 20/3 ആണ് x14. ദാറ്റ് ഈസ് 62 പ്ലസ് 6 ഇൻറ്റു 20/3 എന്താ 6/3 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 20 40. ഓക്കെ, 62 പ്ലസ് 40 ഈസ് ഈക്വൽ ടു x14. 62 പ്ലസ് 40 എത്രയാണ് 102 ആണ് അല്ലേ. അപ്പോൾ 102 ആണ് എന്ത് x14. ഓക്കെ, അപ്പോൾ 14th ടേം എന്താണ് 102. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 18 ടേംസ്. ഫസ്റ്റ് 18 ടേംസിൻ്റെ സം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 18 ടേംസിൻ്റെ സം കാണണമെങ്കിൽ നമ്മൾ x1 x18 കാണാം അല്ലേ. അപ്പോൾ x1 കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, x2 ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ x2ൽ നിന്നും കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ മതിയല്ലോ. അതായത് ഒരു ടേമിൽ നിന്നും കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ അതിന് മുമ്പുള്ള ടേം കിട്ടും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് x2 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എത്രയാണ് 22 ആണ് അല്ലേ. അപ്പോൾ 22 മൈനസ് d എത്രയാണ് കോമൺ ഡിഫറൻസ് 20/3. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് x1 എന്ന് പറയുന്നത് 22 മൈനസ് 20/3. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, x18 കണ്ടുപിടിക്കണം അല്ലേ. x18 എത്രയാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ x14 അറിയാം. അത് എത്രയാണ് 102 ആണെന്ന് അറിയാം അല്ലേ. x14ൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് x18 കിട്ടുക. അതിന് വേണ്ടിയിട്ട് ഈ 18ൽ നിന്ന് 14 മൈനസ് ചെയ്യുക. 18 മൈനസ് 14 എത്ര 4 അല്ലേ. അപ്പോൾ 4 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് x18 കിട്ടുക അല്ലേ. അതായത് 102 പ്ലസ് 4d ആണ് എന്ത് x18. ദാറ്റ് ഈസ് 102 പ്ലസ് 4 ഇൻറ്റു d എത്രയാണ് 20/3.
20/3 is equal to x18. So x18 എന്ന് പറയുന്നത് എന്താണ്? 102 പ്ലസ് 4 into 20 എന്താണ്? 80 ആണ് അല്ലേ? അപ്പോൾ 80/3 ആണ് എന്ത് x18 എന്ന് പറയുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സം ഓഫ് ഫസ്റ്റ് 18 ടേംസ് ആണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണാൻ ഇക്വേഷൻ എന്താണ്? ഹാഫ് n ഇൻറ്റു x1 പ്ലസ് xn ആണ്. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 18 ടേംസ് എന്താ? ഹാഫ് ഇൻറ്റു എന്നിന് പകരം എന്താ 18 കൊടുക്കുക. ഹാഫ് ഇൻറ്റു 18 ഇൻറ്റു x1 പ്ലസ് x18. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 18 എന്ന് വെച്ചാൽ എന്താണ്? 18/2 9 ആണല്ലേ? സോ 9 ഇൻറ്റു x1 എത്ര നമുക്ക് കിട്ടിയത്? 22 മൈനസ് 20/3. 22 മൈനസ് 20/3 പ്ലസ് x18 എത്ര നമുക്ക് കിട്ടിയത്? 102 പ്ലസ് 80/3. That is 9 into 22 plus 102 എത്രയാണ്? 124 ആണല്ലേ? സോ 124 പിന്നെ മൈനസ് 20/3യും 80/3യും അതെത്രയാണ്? 80/3 മൈനസ് 20/3 അതെത്രയാണ്? ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ? അപ്പോൾ സെയിം ഡിനോമിനേറ്റർ ഇട്ട് കൊടുക്കുക. ന്യൂമറേറ്റേഴ്സ് എന്ത് വരും? 80 മൈനസ് 20. 80 മൈനസ് 20 എത്ര? 60 അല്ലേ? അപ്പോൾ എന്താ? 60/3. 60/3 എത്രയാണ്? 20 ആണല്ലേ? ഓക്കെ, അപ്പോൾ 80/3 മൈനസ് 20/3 എത്ര? 20 ആണ്. സോ പ്ലസ് 20, ദാറ്റ് ഈസ് 9 ഇൻറ്റു 124 പ്ലസ് 20 എത്ര? 144 ആണ്. സോ 9 ഇൻറ്റു 144 ആണ് ആൻസർ. 144 ഇൻറ്റു 9 എത്രയാണ്? ആൻസർ ഈസ് 1296 ആണ് ആൻസർ. ഓക്കെ, when each side of a square was reduced by 2 centimeters to make a smaller square, its area became 81 square centimeters. What was the length of a side of original square? അതായത് ആദ്യം ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സ്ക്വയറിൻ്റെ സൈഡ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. നമുക്കറിയാം സ്ക്വയറിൻ്റെ സൈഡ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ എല്ലാ സൈഡും എന്താ? എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, ഈ സ്ക്വയറിൻ്റെ സൈഡ് 2 സെൻറ്റിമീറ്റർ വെച്ച് കുറച്ചിട്ട് മറ്റൊരു സ്ക്വയർ വരച്ചിട്ടുണ്ട്, ചെറിയൊരു സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എന്താ? x-2. അപ്പോൾ എല്ലാ സൈഡും എന്തായിരിക്കും? x-2 ആയിരിക്കും, കാരണം സ്ക്വയറിൻ്റെ സൈഡ്സ് ഒക്കെ ഈക്വൽ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത് വരച്ച ചെറിയ സ്ക്വയറിൻ്റെ സ്മോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? 81 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? അതായത് x-2 ഇൻറ്റു x-2 ആണ് എന്ത്? ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 81 ആണല്ലേ? 81 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ x-2 ഇൻറ്റു x-2 എന്ന് വെച്ചാൽ എന്താ? x-2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 81. ഓക്കെ, അപ്പോൾ x-2 സ്ക്വയർ 81 ആണെങ്കിൽ നമുക്ക് ഈ സ്ക്വയർ കളയണം. എക്സ് ആണ് കണ്ടത് അല്ലേ? എക്സ് ആണ് ആദ്യത്തെ സ്ക്വയറിൻ്റെ സൈഡ് അല്ലേ? അപ്പോൾ എക്സ് ആണ് നമുക്ക് കണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ രണ്ട് ഭാഗത്തും സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? x-2 ഈസ് ഈക്വൽ ടു x-2 സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് ഈസ് ഈക്വൽ ടു 81ൻ്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ, ഈക്വൽ ടുൻ്റെ രണ്ട് സൈഡിൽ സ്ക്വയർ റൂട്ട് എടുക്കണം അല്ലേ? എന്താ സ്ക്വയർ റൂട്ട് ഓഫ് x-2 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? സ്ക്വയർ റൂട്ടും സ്ക്വയർ റൂട്ട് ക്യാൻസൽ ആവും, ബാക്കി എന്താ? x-2 എന്നാവും അല്ലേ? 81 എന്തിൻ്റെ സ്ക്വയറാണ്? 9 സ്ക്വയർ അല്ലേ 81? അപ്പോൾ എന്ത് വരും? ദിസ് ഈസ് 9. സ്ക്വയർ റൂട്ട് ഓഫ് 81 എന്താ? 9 ആണ്. അപ്പോൾ ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ വേണം. അതിന് വേണ്ടിയിട്ട് ഈ 2നെ ഇവിടെ മൈനസ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ -2നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +2 ആകും. സോ x ഈസ് ഈക്വൽ ടു 9 + 2. 9 + 2 എത്ര? 11 ആണല്ലേ? സോ 11 സെൻറ്റിമീറ്റർ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ എന്താണ്? 11 സെൻറ്റിമീറ്റർ. ആൾജിബ്രിക് ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5n + 2 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞാൽ nth ടേം ആണ് അല്ലേ? അതായത് nth ടേം 5n + 2 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം കാണണമെങ്കിൽ എന്ത് വേണം? x1 ആണ് ഫസ്റ്റ് ടേം അല്ലേ? അപ്പോൾ n-ന് പകരം 1 കൊടുക്കുക. ദാറ്റ് ഈസ് 5 × 1 + 2. അതായതാണ് 5 + 2 അതെത്രയാണ്? 7 ആണ് ആൻസർ. ഓക്കെ, പ്രൂവ് ദാറ്റ് ദ അരിത്മെറ്റിക് സീക്വൻസ് 6, 10, 14 etc. ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ആദ്യം നമുക്ക് ഈ സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാം. xn കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ x1 എന്താണ്? ഫസ്റ്റ് ടേം 6 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ്. അപ്പോൾ 6ഉം 10ഉം അടുത്തടുത്തുള്ള രണ്ട് ടേംസ് ആണ്. അപ്പോൾ അവയുടെ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ആണല്ലോ. അപ്പോൾ 10 - 6 അതെത്രയാണ്? 4. കോമൺ ഡിഫറൻസ് 4 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് xn കാണണം.
എക്സ് എൻ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ x1 നമ്മൾ കണ്ടുപിടിച്ചു, അത് 6 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് nth ടേം കിട്ടുക? അതിന് വേണ്ടിയിട്ട് എന്നിൽ നിന്നും 1 മൈനസ് ചെയ്യുക, ദാറ്റ് ഈസ് n-1 അല്ലേ. അപ്പോൾ n-1 കോമൺ ഡിഫറൻസ്, n-1 d ആഡ് ചെയ്യുമ്പോഴാണ് x ന് കിട്ടുക അല്ലേ. അതായത് x1 പ്ലസ് n-1 ഇൻറ്റു d ആണ് എന്ത് xn എന്ന് പറയുന്നത്. x1 6 അല്ലേ, അപ്പോൾ 6 പ്ലസ് n-1 ഇൻറ്റു d എത്രയാണ് നമുക്ക് കിട്ടിയ 4 അല്ലേ. 4 ഈസ് ഈക്വൽ ടു xn. ഓക്കെ, ദാറ്റ് ഈസ് 6 പ്ലസ് n-1 ഇൻറ്റു 4 എന്ന് വെച്ചാൽ എന്താ, ഈ ബ്രാക്കറ്റിലുള്ള ഓരോ ടേമിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം n ഇൻറ്റു 4 എന്താ 4n ആണ്. പിന്നെ -1 ഇൻറ്റു 4 അത് -4 ആണ്, ഈസ് ഈക്വൽ ടു xn. അപ്പോൾ 6 മൈനസ് 4 2 ആണല്ലേ. അപ്പോൾ 4n പ്ലസ് 2 ആണ് എന്ത് xn എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൽജിബ്രിക് ഫോം എന്താണ്? ഈ സീക്വൻസിൻ്റെ ആൽജിബ്രിക് ഫോം 4n പ്ലസ് 2 എന്ന ഫോമിലാണ്. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ത് ഫോമിലാണെന്ന് നോക്കാം. നമുക്ക് ഓരോ നമ്പേഴ്സ് എടുക്കാം. നമ്പേഴ്സ് ഏതൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും ആണ് അല്ലേ. അപ്പോൾ ഈവൻ നമ്പേഴ്സിൻ്റെ ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് എന്താണ്? 2n ആണ്. അതേപോലെ ഓഡ് നമ്പേഴ്സിൻ്റെ ആൾജിബ്രിക് ഫോം 2n പ്ലസ് 1 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇവരുടെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്ക്വയർ ഉൾപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ അല്ലേ. അപ്പം ഏതൊരു നമ്പറിനെ നമ്മൾ രണ്ടായി തിരിച്ചു, ഈവൻ നമ്പറും ഓഡ് നമ്പറും. ഈവൻ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2n-ഉം ഓഡ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾജിബ്രിക് ഫോം എന്താണ്? 2n പ്ലസ് 1 ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ഈവൻ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എങ്ങനെ വരും? 2n സ്ക്വയർ എന്ന ഫോമിലായിരിക്കും. 2n സ്ക്വയർ എന്ന് വെച്ചാൽ 2 സ്ക്വയർ n സ്ക്വയർ, അതായത് 4n സ്ക്വയർ എന്ന ടേമിലാണ് അല്ലേ. അപ്പോൾ ഇത് എന്ത് ഫോമിലാണ്? 4 ഇൻറ്റു n സ്ക്വയർ. ഇത് 4 ഇൻറ്റു n നമ്പറാണ്, അതായത് മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന ഫോമിലാണ് അല്ലേ. ഇനി ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ എങ്ങനെ വരും? 2n പ്ലസ് 1 എന്നാണല്ലോ ആൾജിബ്രിക് ഫോം. അപ്പോൾ അതിൻ്റെ സ്ക്വയർ അതെന്ത് ഫോമിലാണ്? 2n പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ 2n പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എക്സിന് പകരം 2n-ഉം വൈക്ക് പകരം 1-ഉം കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 2n ഹോൾ സ്ക്വയർ പ്ലസ് 2n ഇൻറ്റു 1, അതായത് എക്സിന് പകരം 2n-ഉം വൈക്ക് പകരം 1-ഉം പ്ലസ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് 2n ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 2 സ്ക്വയർ n സ്ക്വയർ, അതായത് 4n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2n എന്ന് വെച്ചാൽ 4n പ്ലസ് 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 അല്ലേ. ദാറ്റ് ഈസ് 4n സ്ക്വയർ പ്ലസ് 4n 4 കോമൺ ആണ്, അത് പുറത്തെടുക്കുകയാണെങ്കിൽ 4n സ്ക്വയറിന് 4 പുറത്തെടുത്ത ബാക്കി n സ്ക്വയർ പ്ലസ് 4n 4 പുറത്തെടുത്ത ബാക്കി n പ്ലസ് 1 അല്ലേ. അപ്പോൾ ഇതെന്ത് ഫോമിലാണ്? 4 ഇൻറ്റു എ നമ്പർ, അതായത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. 4നെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ. മൾട്ടിപ്പിൾ ഓഫ് 4 പ്ലസ് 1 എന്ന ഫോമിലാണ് അല്ലേ. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ഏതൊക്കെ ഫോമിലാണ്? ഈവൻ നമ്പേഴ്സ് മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന ഫോമിലും ഓഡ് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ഓഫ് 4 പ്ലസ് 1 എന്ന ഫോമിലുമാണ് വേണ്ടത് അല്ലേ. പക്ഷെ നമുക്ക് കിട്ടിയത് എന്താണ്? xn എന്ന് പറഞ്ഞാൽ 4n പ്ലസ് 2 ആണ് അല്ലേ. ഇത് എന്ത് ഫോമിലാണ്? മൾട്ടിപ്പിൾ ഓഫ് 4 പ്ലസ് 2 എന്ന ഫോമിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് സ്ക്വയേഴ്സ് വേണ്ടത് മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന ഫോമിലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 4 പ്ലസ് 1 എന്ന ഫോമിലോ ആണ്. മൾട്ടിപ്പിൾ ഓഫ് 4 പ്ലസ് 2 എന്ന ഫോമിലുള്ളത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ആവില്ല. സോ വി ക്യാൻ സേ the algebraic form is not of the form multiple of 4 or multiple of 4 plus 1. So this sequence does not contain any perfect squares. The product of two consecutive multiples of 4 is 672. Form a second degree equation based on the given statement. What are the numbers? അതായത് 4ൻ്റെ രണ്ടും അടുത്തടുത്തുള്ള രണ്ട് മൾട്ടിപ്പിൾസിൻ്റെ പ്രൊഡക്റ്റ് 672 ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മൾട്ടിപ്പിൾ എക്സ് ആണെങ്കിൽ അതിനടുത്ത് മൾട്ടിപ്പിൾ എന്തായിരിക്കും? എക്സ് പ്ലസ് 4 ആയിരിക്കും അല്ലേ. 4ൻ്റെ മൾട്ടിപ്പിൾസ് എന്താണ്? 4 ഇൻറ്റു 1 4, 4 ഇൻറ്റു 2 8, 4 ഇൻറ്റു 3 12 എക്സെട്ര അല്ലേ. അപ്പോൾ
അടുത്ത ടേം ഒരു ടേം കഴിഞ്ഞിട്ടുള്ള അടുത്ത ടേം ഇട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ 4 ആഡ് ചെയ്യണം അല്ലേ. 8 കഴിഞ്ഞിട്ട് 12 ഇട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം, 4 ആഡ് ചെയ്യണം. അപ്പോൾ എക്സ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ടേം എന്തായിരിക്കും, എക്സിൻ്റെ കൂടെ 4 ആഡ് ചെയ്യുക, അതായത് x+4 ആയിരിക്കും അല്ലേ. അപ്പോൾ അവയുടെ പ്രൊഡക്റ്റാണ് എന്ത് 672. അപ്പോൾ എക്സ് ഇൻറ്റു x+4 ആണ് എന്ത് 672. എക്സ് ഇൻറ്റു x+4 എന്ന് വെച്ചാൽ എന്താണ്, ഈ x+4നെ എക്സ് ബ്രാക്കറ്റിൽ ഓരോ ടേമുമായിട്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്താണ് x², പിന്നെയോ എക്സ് ഇൻറ്റു +4 അതായത് +4x = എന്താണ് 672. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് x+2 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് x² + 2 × x × 2 + 2² അല്ലേ. അതായത് x² + 2 × 2 4 അല്ലേ. 4x + 4 ആണ് എന്ത് x+2 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ x² + 4 ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഒരു +4 ഈക്വൽറ്റിൻ്റെ രണ്ട് സൈഡിലും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ x² + 4x, അപ്പോൾ ഒരു 4 നമ്മൾ ആഡ് ചെയ്യാം, ഈക്വൽറ്റിൻ്റെ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ +4 = 672 + 4 ഈക്വൽറ്റിൻ്റെ രണ്ട് സൈഡിലും ആഡ് ചെയ്യണേ, എന്നാലേ ഈ ഇക്വേഷൻ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ x² + 4x + 4 എന്താണ് നമ്മൾ കണ്ടു, x+2 ഹോൾ സ്ക്വയർ ആണ് നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ. അപ്പോൾ ദിസ് ഈസ് x+2 ഹോൾ സ്ക്വയർ = 672 + 4 എന്താ 676 ആണ്. ഓക്കെ, അപ്പോൾ x+2 സ്ക്വയർ 676 ആണ്. അപ്പോൾ x+2 എന്തായിരിക്കും √676. അതെത്രയാണ് √676 എത്രയാണ്? അതിനുവേണ്ടി 676നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതൊരു ഈവൻ നമ്പർ ആണല്ലോ, ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ ഇതൊരു ഈവൻ നമ്പറാണ്. അപ്പോൾ 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 6ൽ എത്ര 2 ഉണ്ട്, 6ൽ 3 2s ആണുള്ളത്, 3 × 2 6 ആണ്. ഇനി 7ൽ എത്ര 2 ഉണ്ട്, 7ൽ 3 2s ആണുള്ളത്, 3 × 2 6, 7 - 6 1. സോ ബാലൻസ് ഉള്ള 1 മേലെ എഴുതി. ഇനി ബാലൻസ് ഉള്ള 1 അടുത്ത ഡിജിറ്റായ 6 കൂട്ടി 16ൽ എത്ര 2 ഉണ്ട് 8 അല്ലേ. ഇനി 338നെ ഇതേപോലെ ചെയ്യും. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 8 ആയതുകൊണ്ട് ഇതൊരു ഈവൻ നമ്പറാണ്. അപ്പോൾ 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 338ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. ആദ്യം 3ൽ എത്ര 2 ഉണ്ട്, 3ൽ 1 2 ആണുള്ളത്, 1 × 2 2 ആണ്, 3 - 2 1 ആണ്. സോ ബാലൻസ് ഉള്ള 1 മേലെ എഴുതി. ഇനി ബാലൻസ് ഉള്ള 1 അടുത്ത ഡിജിറ്റായ 3യും കൂട്ടി 13ൽ എത്ര 2 ഉണ്ട്, 13ൽ 6 2s ആണുള്ളത്, 6 × 2 12 അല്ലേ, 13 - 12 1 ആണ്. സോ ബാലൻസ് ഉള്ള 1 മേലെ എഴുതി. ഇനി ബാലൻസ് ഉള്ള 1 അടുത്ത ഡിജിറ്റായ 8 കൂട്ടി 18ൽ എത്ര 2 ഉണ്ട്, 18ൽ 9 2s ആണുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് 169 കിട്ടി. 169 ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ 13 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ 169ൽ എത്ര 13 ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം 1ൽ 13 ഉണ്ടാവില്ല, കാരണം 1 ഒരു 13നേക്കാൾ ചെറിയ നമ്പറാണ്. അപ്പോൾ അടുത്ത ഡിജിറ്റ് കൂട്ടി 16ൽ എത്ര 13 ഉണ്ട്, 16ൽ 113 ആണുള്ളത്, 1 × 13 1ൽ 13 13 ആണ്. അപ്പോൾ 16 - 13 3 ആണ്. സോ ബാലൻസ് ഉള്ള 3 മേലെ എഴുതി. ഇതിൽ ബാലൻസ് ഉള്ള 3യും അടുത്ത ഡിജിറ്റായ 9 കൂട്ടി 39ൽ എത്ര 13 ഉണ്ട്, 13 × 3 ആണല്ലോ 39. അപ്പോൾ 39ൽ 3 13 ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ 39 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ 39ൽ എത്ര 13 ഉണ്ടെന്ന് നോക്കാം, 113 ആണ് അല്ലേ. അപ്പോൾ 676 എന്ന് പറഞ്ഞാൽ എന്താണ്, സോ 676 എന്ന് പറഞ്ഞാൽ 2 × 2 × 13 × 13 അല്ലേ. അതായത് 2² × 13², അല്ലെങ്കിൽ എന്തെഴുതാം 2 × 13 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 2 × 13 എന്താണ് 26 ആണല്ലോ. സോ 26² ആണ് എന്ത് 676 അല്ലേ. അപ്പോൾ √676 എന്ന് പറഞ്ഞാൽ എന്താണ് 26 ആയിരിക്കും. ഓക്കെ, കാരണം 26ൻ്റെ സ്ക്വയർ ആണ് എന്ത് 676. അപ്പോൾ x+2 26 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് x കാണാം, അതിന് വേണ്ടിയിട്ട് 2നെ ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ +2നെ ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -2 ആകും. സോ x = 26 - 2. അതെത്രയാണ് 24 ആണ്. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരുന്നു ഫസ്റ്റ്. അത് ഏതായിരുന്നു x² + 4x = 672. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം x² + 4x - 672, കാരണം 672നെ ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -672 ആവും. ഈക്വൽറ്റിൻ്റെ റൈറ്റ് സൈഡിൽ എന്ത് 0 ഉണ്ടാവുള്ളൂ, കാരണം 672നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ. ഓക്കെ, ഇങ്ങനെ എഴുതാം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്പേഴ്സ് കാണാനാണ് നമ്മൾ എന്ത് ഈ
ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് 24 ആണ് അല്ലേ. അപ്പോൾ അടുത്തത് x+4 ആയിരുന്നല്ലോ അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് 4ൻ്റെ. അപ്പോൾ ഒന്ന് 24ഉം അടുത്തത് എന്താണ് 24ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുക, അത് 28 ആണ്. ഓക്കെ, 24ഉം 28 ആണ് ആ നമ്പേഴ്സ്. ഓക്കെ, the sum of first n terms of an arithmetic sequence is 3n square plus 2n. Write the first term. ഫസ്റ്റ് ടേം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണാൻ ഇക്വേഷൻ എന്താണ്? 3n സ്ക്വയർ പ്ലസ് 2n. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 1 ടേം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നതിന് പകരം 1 കൊടുക്കുക. ദാറ്റ് ഈസ് 3 × 1 സ്ക്വയർ പ്ലസ് 2 × 1 അല്ലേ. 3 × 1 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 3 പ്ലസ് 2 × 1 എന്ന് വെച്ചാൽ 2. 3 + 2 5. ഓക്കെ, അപ്പോൾ ഇതാണ് സം ഓഫ് ഫസ്റ്റ് 1 ടേം. പക്ഷെ ആദ്യത്തെ ഒരു ടേമിൻ്റെ സം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ടേം തന്നെയാണ് അല്ലേ. സോ ഫസ്റ്റ് ടേം ആണ് എന്ത്? 5 എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫസ്റ്റ് ടേം എന്താ? 5. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്? സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്താണ്? 3n സ്ക്വയർ പ്ലസ് 2n ആണ്. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നിന് പകരം 2 കൊടുക്കുക. അപ്പോൾ 3 × 2 സ്ക്വയർ പ്ലസ് 2 × 2. 3 × 2 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 3 × 4. 3 × 4 12 പ്ലസ് 2 × 2 4. അപ്പോൾ 12 + 4 എന്താ? 16 ആണ് ആൻസർ. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ nth ടേം ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ nth ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടു സം ഓഫ് ഫസ്റ്റ് 1 ടേം, അതായത് x1 5 ആണ്. ഫസ്റ്റ് ടേം 5 ആണെന്ന് കണ്ടു. പിന്നെ സം ഓഫ് ഫസ്റ്റ് 2 ടേം എന്താണ്? 16 ആണെന്ന് കണ്ടു. അതായത് x1 + x2 എന്താണ്? 16 ആണ്. അപ്പോൾ x1 നമുക്ക് കണ്ടു 5 ആണ്. അപ്പോൾ x1 പകരം 5 കൊടുക്കുക. 5 + x2 = 16. അപ്പോൾ ഇതിൽ നിന്ന് x2 കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 5നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -5 ആകും അല്ലേ. +5നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -5 ആകും. x2 = 16 - 5. 16 - 5 എത്രയാണ്? 11 ആണ് അല്ലേ. അപ്പോൾ x2 എന്ത് കിട്ടി? 11 കിട്ടി. അപ്പോൾ d കാണാമല്ലോ, കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തടുത്തുള്ള 2 ടേംസിൻ്റെ ഡിഫറൻസ്. x1 x2 അടുത്തടുത്തുള്ള 2 ടേംസ് അല്ലേ. അപ്പോൾ അവയുടെ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ആണ്. അതായത് x2 - x1. x2 എത്രയാണ്? 11 - x1 5. 11 - 5 എത്രയാണ്? 6 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 5 ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? xn. xn എന്ന nth ടേം അത് നമുക്കറിയില്ല. പക്ഷേ x1 അറിയാം. അത് എത്രയാണ്? 5 ആണെന്ന് അറിയാം. അപ്പോൾ x1ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് xn കിട്ടുക? എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് xn കിട്ടുക? അതിന് വേണ്ടി n-ൽ നിന്നും 1 മൈനസ് ചെയ്യുക. n-1 അല്ലേ. അപ്പോൾ n-1 d കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് xn കിട്ടുക അല്ലേ. അതായത് x1 + n-1 d ആണ് എന്ത്? xn. x1 5 അല്ലേ. സോ 5 + n-1 × d എത്ര കിട്ടി? 6 = xn. അപ്പോൾ 5 + അപ്പോൾ ഈ ബ്രാക്കറ്റിൽ ഓരോ ടേമുമായിട്ട് 6നെ മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം n × 6 അത് എത്രയാണ്? 6n. പിന്നെയോ -1 × 6 അതെന്താണ്? -6 = xn. ദാറ്റ് ഈസ് അത് 6n എഴുതാം. പിന്നെ 5 - 6 എന്താണ്? 6 - 5 1 ആണ്. അപ്പോൾ 5 - 6 -1 ആണ്. ഓക്കെ, അപ്പോൾ nth ടേം എന്താണ്? 6n - 1 ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ വെജിറ്റബിൾ ഗാർഡൻ ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ റെക്ടാങ്കിൾ. ഇസ് ലാർജർ സൈഡ് ഈസ് 8 meter ലോങ്ങർ ദാൻ ദ സ്മോളർ സൈഡ്. ഏരിയ ഓഫ് ദിസ് ഗാർഡൻ ഈസ് 180 square meters. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഡേറ്റ. വെജിറ്റബിൾ ഗാർഡന് ഒരു റെക്ടാങ്കിൾ ഷേപ്പിലാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ സ്മോളർ സൈഡ് x ആണെന്ന് എടുക്കാം. അപ്പോൾ ലാർജർ സൈഡ് എന്താ? അതിനേക്കാൾ 8 meter കൂടുതൽ, അതായത് x + 8 ആണ്. ഇനി ഏരിയ എന്താണ്? 180 square meter ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ റെക്ടാങ്കിളിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്? ലെങ്ത് × ബ്രെഡ്ത്ത് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലെങ്ത്ത് x + 8ഉം എന്താണ്? ബ്രെഡ്ത്ത് x ആണ്. അപ്പോൾ x × x + 8 ആണ് എന്ത്? ഏരിയ അല്ലേ. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 180 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, x × x + 8 എന്ന് വെച്ചാൽ എന്താ? x × x x². പിന്നെ x × +8 + 8x = എന്താണ്? 180. ഓക്കെ, അപ്പം ഈ 180 + 180 ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -180 ആകും അല്ലേ. -180 ആകും.
സോ സ്ക്വയർ പ്ലസ് 8x മൈനസ് 180 ഈസ് ഈക്വൽ ടു 0. ഇതാണ് എന്ത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദിസ് റെക്റ്റാങ്കിൾ. ഈ എക്സിൻ്റെ വാല്യൂ സൈഡ്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്, എക്സ് കാണണം അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടു എക്സ് സ്ക്വയർ പ്ലസ് 8x ഈസ് ഈക്വൽ ടു എന്താണ് 180 ആണെന്ന് നമ്മൾ കണ്ടു അല്ലേ. നമുക്കറിയാം എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 4 പ്ലസ് 4 സ്ക്വയർ ആണ് അല്ലേ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 4 8 ആണ്, 8x പ്ലസ് 4 സ്ക്വയർ 16 അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 8x ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി ഒരു 16 ഈക്വൽറ്റിൻ്റെ രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിൽ മാത്രം ആഡ് ചെയ്യരുത്, രണ്ട് സൈഡിലും ആഡ് ചെയ്യണം, എന്നാൽ ഇക്വേഷൻ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16 ഈസ് ഈക്വൽ ടു 180 പ്ലസ് 16. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു എന്താണ് എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 180 പ്ലസ് 16 എത്രയാണ് 196 ആണ്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 4 സ്ക്വയർ 196 ആണെങ്കിൽ എക്സ് പ്ലസ് 4 എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 196 ആയിരിക്കും, കാരണം രണ്ട് ഭാഗത്തും സ്ക്വയർ റൂട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 196 എത്രയാണ്? അപ്പോൾ നമുക്ക് ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കാം 196നെ. അപ്പോൾ ഇതൊരു ഈവൻ നമ്പറാണ്, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 196ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യം 1ൽ എത്ര 2 ഉണ്ട്? 1ൽ 2 ഉണ്ടാവില്ല, കാരണം 1 2നേക്കാൾ ചെറിയ നമ്പറാണ്. സോ അടുത്ത ഡിജിറ്റ് കൂട്ടി. 19ൽ എത്ര 2 ഉണ്ട്? 19ൽ 9 2s ആണുള്ളത്. 9 × 2 18 ആണല്ലോ. അപ്പോൾ 19 മൈനസ് 18 1 ആണ്. സോ ബാലൻസ് ഉള്ള 1 മേലെ എഴുതി. ഇനി ബാലൻസ് ഉള്ള 1 അടുത്ത ഡിജിറ്റായ 6 കൂട്ടി. 16ൽ എത്ര 2 ഉണ്ട്? 16ൽ 8 2s ആണുള്ളത്. 8 × 2 16 ആണല്ലോ. ഇനി 98ന് ഇതേപോലെ ചെയ്യും. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 8 ആയതുകൊണ്ട് ഇതൊരു ഈവൻ നമ്പറാണ്, അതുകൊണ്ട് 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 98ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. ആദ്യം 9ൽ എത്ര 2 ഉണ്ട്? 9ൽ 4 2s ആണുള്ളത്. 4 × 2 8 ആണല്ലോ. 9 മൈനസ് 8 1 ആണ്. സോ ബാലൻസ് ഉള്ള 1 മേലെ എഴുതി. ഇനി ബാലൻസ് ഉള്ള 1 8ഉം കൂടി കൂട്ടി. 18ൽ എത്ര 2 ഉണ്ട്? 18ൽ 9 2s ആണുള്ളത്. 9 × 2 18 ആണല്ലോ. ഇനി 49 ഒരു ഓഡ് നമ്പറാണ്, അതുകൊണ്ട് 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ 7 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ 49ൽ എത്ര 7 ഉണ്ട്? 7 ആണുള്ളത്. 7 × 7 49 ആണല്ലോ. ഇനി 7 ഒരു പ്രൈം നമ്പറാണ്. സോ 7ൽ എത്ര 7 ഉണ്ടെന്ന് നോക്കാം. 7ൽ 17 ആണുള്ളത്. അപ്പം 196 എന്ന് പറഞ്ഞാൽ എന്താണ് 2 × 2 × 7 × 7 അല്ലേ. 2 × 2 എന്ന് വെച്ചാൽ 2 സ്ക്വയർ ഇൻറ്റു 7 × 7 എന്ന് വെച്ചാൽ 7 സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് 2 × 7 ഹോൾ സ്ക്വയർ. 2 × 7 14 അല്ലേ. അപ്പോൾ 14 സ്ക്വയർ ആണ് എന്ത് 196 അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 196 എന്ന് വെച്ചാൽ എന്താ 14 ആണ്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു 14. ഓക്കെ, എക്സ് പ്ലസ് 4 14 ആണെങ്കിൽ എക്സ് കാണാൻ വേണ്ടിയിട്ട് ഈ പ്ലസ് 4നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -4 ആകും. സോ എക്സ് ഈസ് ഈക്വൽ ടു 14 - 4. 14 - 4 എത്രയാണ്? 10 ആണല്ലേ. സോ എക്സ് ഈസ് ഈക്വൽ ടു 10. ഓക്കെ, അപ്പോൾ ബ്രെഡ്ത്ത് എന്താണ് എക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, അത് എന്താണ് 10 ആണ്. പിന്നെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് ബ്രെഡ്ത്തിനേക്കാൾ എത്ര കൂടുതലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 8 മീറ്റർ കൂടുതലാണ് അല്ലേ. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 8, അതായത് 10 + 8 അത് 18 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലെങ്ത് ബ്രെഡ്ത്തും. ഓക്കെ, ഇനി ബി നോക്കാം. One of the perpendicular sides of a right triangle is 2 cm more than the other. The area of the right triangle is 24 cm square. Form a second degree equation. Find the length of sides of the right triangle. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എത്രയാണ്? മറ്റേ സൈഡിനേക്കാളും 2 cm കൂടുതലാണ്. അപ്പോൾ ഒരു സൈഡ് എക്സ് എടുക്കുകയാണെങ്കിൽ അടുത്ത സൈഡ് എന്താ എക്സ് പ്ലസ് 2 ആണെന്ന് എടുക്കുക. നമുക്കറിയാം ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് അല്ലേ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2. ഇത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ഏരിയ എത്രയാണ് തന്നിട്ടുള്ളത്? 24 ആണല്ലേ. 24 ഇത് ബൈ 2നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 2 ആവുമല്ലോ. സോ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഇസിക്കൽ ടു 24 × 2. 24 × 2 എന്ന് വെച്ചാൽ എന്താ 40
8 ആണ് അല്ലേ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു എന്ന് വെച്ചാൽ എന്താ, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്. പിന്നെയോ എക്സ് ഇൻറ്റു പ്ലസ് ടു എന്ന് വെച്ചാൽ പ്ലസ് 2x ഇസിക്കൽ ടു 48. നമുക്കറിയാം എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ആണ് എന്ത്, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി എക്സ് സ്ക്വയർ പ്ലസ് 2x ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഒരു 1 ഇക്വറ്റിൻ്റെ രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇക്വറ്റിൻ്റെ രണ്ട് സൈഡിലും ആഡ് ചെയ്യണേ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. 2x പ്ലസ് 1 ഇസിക്കൽ ടു 48 പ്ലസ് 1. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്താ, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണെന്ന് കണ്ടല്ലോ. സോ ദിസ് ഈസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസിക്കൽ ടു 48 പ്ലസ് 1 എന്താ 49. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 1 സ്ക്വയർ 49 ആണെങ്കിൽ എക്സ് പ്ലസ് 1 എന്തായിരിക്കും, സ്ക്വയർ റൂട്ട് ഓഫ് 49 ആണ്. കാരണം രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുത്ത്. അപ്പോൾ ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 ഇസിക്കൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 49 എന്താണ് 7 ആണല്ലേ. കാരണം 7 സ്ക്വയർ ആണ് എന്ത് 49. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ ആണ്, അതിന് വേണ്ടിയിട്ട് 1നെ ഇവിടെ ആഡ് ചെയ്തേക്കൂല്ലേ. അപ്പോൾ പ്ലസ് 1നെ ഇക്വറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -1 ആകും. സോ എക്സ് ഇസിക്കൽ ടു 7 - 1. 7 - 1 എന്താ 6 ആണല്ലേ. അപ്പോൾ എക്സ് 6 ആണ്. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് 6 ആണ്, ഒരു സൈഡ് 6, അടുത്ത സൈഡ് എന്താണ് എക്സ് പ്ലസ് 2 ആണ്. 6 + 2 അതെന്താണ് 8 ആയിരിക്കും. ഓക്കെ, കൺസിഡർ ദ സീക്വൻസ് ഓഫ് ഓൾ 3-digit നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 7. അതായത് 7ൻ്റെ മൾട്ടിപ്പിൾസ് ആയ ഓൾ 3-digit നമ്പേഴ്സ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് ദി ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എന്താണ്, അതായത് 3-digit നമ്പേഴ്സ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്കറിയാം സാധാ 3-digit നമ്പേഴ്സ് എവിടെ മുതലാണ്, 100 മുതൽ 999 വരെയാണ്. ഓക്കെ, അപ്പോൾ 100 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 100ന് അടുത്തുള്ള 7ൻ്റെ 100 കഴിഞ്ഞിട്ടുള്ള 7ൻ്റെ മൾട്ടിപ്പിൾ ഏതാണ് നമുക്ക് നോക്കാം. 14 × 7, 7ൻ്റെ 14th മൾട്ടിപ്പിൾ 98 ആണ്. അപ്പോൾ അതൊരു 2-digit നമ്പറാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത് എന്തായിരിക്കും, 15 × 7, അതെന്താണ്, ഓക്കെ 105. ഓക്കെ, അപ്പോൾ 105 ആണ് ഫസ്റ്റ് ടേം. ഓക്കെ, 100 കാരണം 7ൻ്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ 105 ആണ്. പിന്നെ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 7ൻ്റെ 3-digit ഉള്ള മൾട്ടിപ്പിൾസ് നമുക്ക് നോക്കാം. 999 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാം. അതിനുവേണ്ടി 999നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇല്ല, റിമൈൻഡർ 5 ആണ് വന്നിട്ടുള്ളത്, 0 കിട്ടുന്നില്ല. പിന്നെ 998 7ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കാം. അല്ല, ഇനി 996 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാം. റിമൈൻഡർ 2 ആണ് വരുന്നത്, 0 കിട്ടുന്നില്ല. 994/7 എത്രയാണ്, റിമൈൻഡർ 0 കിട്ടിയില്ലേ. 994 എന്താണ്, 7ൻ്റെ ലാസ്റ്റ് 3-digit മൾട്ടിപ്പിൾ ആണ് അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, ഹൗ മെനി ടേംസ് ആർ ദർ ഇൻ ദി സീക്വൻസ്. ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സീക്വൻസിൽ ഫസ്റ്റ് ടേം നമ്മൾ കണ്ടു എന്താ 105 ആണ്. ലാസ്റ്റ് ടേം അതായത് XN എന്നെടുക്കാം, അത് എത്രയാണ് 994 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് nth ടേം കിട്ടുക, അതിന് വേണ്ടിയിട്ട് ഈ n-ൽ നിന്ന് 1 മൈനസ് ചെയ്യുക, ദാറ്റ് ഈസ് n-1 അല്ലേ. അപ്പോൾ n-1 d കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക, XN കിട്ടുക അല്ലേ. അതായത് x1 + n-1 × d ആണ് എന്ത് XN എന്ന് പറയുന്നത്. നമുക്കറിയാം x1 എന്ന് പറയുന്നത് എത്രയാണ് 105 ആണ് ഫസ്റ്റ് ടേം, പ്ലസ് n-1 × d എത്രയാണ് കോമൺ ഡിഫറൻസ് 7ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് 7 ആയിരിക്കും. 7 = XN. XN എത്ര 994. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് n-ൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് 105നെ ഇവിടെ ആഡ് ചെയ്തേക്കല്ലേ. അപ്പോൾ പ്ലസ് 105നെ ഇക്വറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -105 ആകും. സോ n-1 × 7 = 994 - 105. അതെത്രയാണ് 889 ആണല്ലേ. അപ്പോൾ n-1 × 7 എന്ന് പറയുന്ന 889 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് n-1 കാണാം. അതിന് വേണ്ടിയിട്ട് 7 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 7 ഇക്വറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /7 ആകും. സോ n-1 = 889/7.
അതെത്രയാണ്? 127 ആണ് അല്ലേ? അപ്പോൾ n-1 127 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് n കാണാം. അതിന് വേണ്ടിയിട്ട് 1നെ ഇവിടെ മൈനസ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ -1നെ =ന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +1 ആകും. സോ n = 127 + 1. ദാറ്റ് ഈസ് n = 127 + 1 എത്ര? 128 അല്ലേ? അപ്പോൾ ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട്? 128 ടേംസ് ആണുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഓൾ ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിലെ എല്ലാ ടേംസിൻ്റെയും സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സം ഓഫ് എത്ര ടേംസ് ആണുള്ളത്? 128 ടേംസ് ആണെന്ന് കണ്ടല്ലോ. സം ഓഫ് ഫസ്റ്റ് 128 ടേംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണുന്ന ഇക്വേഷൻ എന്താണ്? ½ n × x1 + xn ആണ് അല്ലേ? അപ്പോൾ 128 ടേംസ് ആകുമ്പോൾ n പകരം 128 കൊടുക്കുക. ദാറ്റ് ഈസ് ½ × 128 × x1 എന്താ? ഫസ്റ്റ് ടേം 105 ആണ് അല്ലേ? സോ 105 + xn ലാസ്റ്റ് ടേം എന്താണ്? 994 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 128/2 എത്രയാണ്? 64 ആണ് അല്ലേ? 64 × 105 + 994 എത്രയാണ്? 1099 ആണ് അല്ലേ? അപ്പോൾ 64 × 1099 എത്രയാണ്? ദാറ്റ് ഈസ് 70,336 ആണ് ആൻസർ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് n ടേംസിൻ്റെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാൻ ഇക്വേഷൻ എന്താ? ½ n × n + 1 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? n പകരം 30 കൊടുക്കുക. ദാറ്റ് ഈസ് ½ × 30 × 30 + 1 31 അല്ലേ? അതായത് 30/2 15 ആണ്. 15 × 31 അതെത്രയാണ്? ദാറ്റ് ഈസ് 465 ആണ് ആൻസർ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പർ വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 4. 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ളത് അല്ലേ? അതായത് 4 × 1 + 4 × 2 + എക്സെട്ര അപ് ടു എത്ര വരെ? 4 × 30 നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ പറഞ്ഞത്? അപ്പോൾ 4 × 30. അപ്പോൾ ഇതിലൊക്കെ 4 കോമൺ ആണല്ലേ എല്ലാ ടൈമിലും. അപ്പോൾ 4 പുറത്തെടുക്കുകയാണെങ്കിൽ എല്ലാത്തിലും ബാക്കിയുണ്ട് 1 + 2 + എക്സെട്ര അപ് ടു 30 വരെ ഉണ്ടാവും അല്ലേ? ദാറ്റ് ഈസ് 4 × നമ്മൾ പഠിച്ചു സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്താ? 465 അല്ലേ? അപ്പോൾ 4 × 465 അതെത്രയാണ്? ദാറ്റ് ഈസ് 1860 ആണ് ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 30 ടേംസ് ഓഫ് ദ സീക്വൻസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ നാച്ചുറൽ നമ്പേഴ്സ് ബൈ 4 ആൻഡ് ആഡിങ് ദം 1 അല്ലേ? അതായത് 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്ത നമ്പർ? 1 ആഡ് ചെയ്ത നമ്പേഴ്സ് അല്ലേ? എല്ലാത്തിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ അതായത് 4 × 1 + 1 പ്ലസ് പിന്നെ 4 × 2 + 1 അങ്ങനെ അങ്ങനെ പോയിട്ട് എക്സെട്ര അപ് ടു എന്ത്? 4 × 30 + 1 അല്ലേ? ഇങ്ങനത്തെ ഉള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടു 4 × 1 + 4 × 2 + 4 × 30 വരെ എത്രയാണ്? 1860 ആണ്. പിന്നെ എല്ലാത്തിലും എന്താണ്? 1 1 1 അങ്ങനെ 30 ടൈംസ് ഉണ്ട് അല്ലേ? 1 മുതൽ 30 വരെ അല്ലേ? അപ്പോൾ 1 + 1 + 1 അങ്ങനെ 30 എത്ര 1 ഉണ്ടാവും? 30 വൺസ് ഉണ്ടാവും. അപ്പോൾ 30 അതെത്രയാണ്? 1890 ആണ് ആൻസർ. ഓക്കെ, ഇനി പിന്നെ എന്തോ ഒന്നുകൂടി ചോദിച്ചിട്ടുണ്ടല്ലോ, കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിലെ ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സമ്മ് കാണണമെങ്കിൽ നമ്മൾ എന്താ ഇവിടെ x1 കാണണം xn കാണണം അല്ലേ? അപ്പോൾ x1 എന്ന് പറയുന്നത് എന്താ? 4 × 1 + 1 അതായത് 4 + 1 അത് 5 ആണ് അല്ലേ? അപ്പോൾ x1 എന്താണ്? 5 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് എന്താ? 4 ആണ്. കാരണം 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. 4 ആണ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത്. ഒന്ന് 4 × 1 4 × 2 അങ്ങനെ 4 ആണ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് 4 ആയിരിക്കും. ഇനി xn എന്തായിരിക്കും? xn നമുക്ക് അറിയില്ല, പക്ഷേ x1 അറിയാം. അത് എത്രയാണ്? 5 ആണ്. അപ്പോൾ x1ൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് xn കിട്ടുക? അതിന് വേണ്ടിയിട്ട് n-ൽ നിന്ന് 1 മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് n-1. അപ്പോൾ n-1 കോമൺ ഡിഫറൻസ് n-1 d ആഡ് ചെയ്യുമ്പോഴാണ് xn കിട്ടുക അല്ലേ? അതായത് x1 + n-1 d ആണ് എന്ത്? xn. x1 5 അല്ലേ? സോ 5 + n-1 × d. d എത്രയാണ്? 4.
ഇസ് ഈക്വൽ ടു xn, ദാറ്റ് ഈസ് 5 പ്ലസ് ബ്രാക്കറ്റിൽ ഓരോ ടേമായിട്ട് 4നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ n ഇൻറ്റു 4 4n, പിന്നെ -1 ഇൻറ്റു 4 -4 ഇസ് ഈക്വൽ ടു xn. ഓക്കെ, ദാറ്റ് ഈസ് 5 - 4 1 ആണ്. അപ്പോൾ ഒരു 4n ഉണ്ട്. 4n + 1 ആണ് എന്ത് xn എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സം ഓഫ് ഫസ്റ്റ് n ടേംസ്. സം ഓഫ് ഫസ്റ്റ് n ടേംസ് കണ്ടുപിടിക്കേഷൻ എന്താ? ഹാഫ് n ഇൻറ്റു x1 + xn ആണ്. ദാറ്റ് ഈസ് ഹാഫ് n ഇൻറ്റു x1 എത്രയാണ് കിട്ടിയത്? 5 അല്ലേ? 5 പ്ലസ് xn എന്താണ്? 4n + 1 ആണ് കിട്ടിയത്. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് n ഇൻറ്റു 5 + 1 6 അല്ലേ? അപ്പോൾ 6 + 4n. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് എന്നിനെ ഓരോ ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. n ഇൻറ്റു 6 6n, പിന്നെയോ n ഇൻറ്റു + 4n, അതായത് 4n². ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 6n, അതായത് 6n/2, അതായത് 3n, പിന്നെയോ പ്ലസ് ഹാഫ് ഇൻറ്റു 4n², അതായത് 4n/2, അത് 4n²/2, അതായത് 2n² ആണല്ലേ. സോ 2n² + 3n എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് എന്ത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണാനുള്ള ആൾജിബ്രിക് ഫോം. ബിയിൽ നോക്കാം. ബിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ ആൾജിബ്രിക് ഫോം ഓഫ് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 11, 13, 15. അതായത് 11, 13, 15 എക്സെട്ര എന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണാനുള്ള ആൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സീക്വൻസിൽ കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ എന്താ? അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ്. അതായത് 11ഉം 13ഉം അടുത്തടുത്തുള്ള രണ്ട് ടേംസ് ആണല്ലോ. അപ്പോൾ 11ൻ്റെയും 13ൻ്റെയും ഡിഫറൻസ് എന്താ? കോമൺ ഡിഫറൻസ് ആയിരിക്കും. അതായത് 13 - 11, അത് എത്രയാണ്? 2 ആണ്. കോമൺ ഡിഫറൻസ് 2 ആണ്. പിന്നെ ഫസ്റ്റ് ടേം എന്താണ്? അത് 11 ആണ് അല്ലേ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? xn കണ്ടുപിടിക്കണം. xn എത്രയാണെന്ന് നമുക്ക് അറിയില്ല, പക്ഷേ x1 അറിയാം, അത് എത്ര? 11 ആണ് അല്ലേ? അപ്പോൾ x1ൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് xn കിട്ടുക? അതിന് വേണ്ടിയിട്ട് ഈ n-ൽ നിന്നും 1 മൈനസ് ചെയ്യുക, അതായത് n - 1 അല്ലേ? അപ്പോൾ n - 1 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് xn കിട്ടുക. അതായത് x1 + n - 1 ഇൻറ്റു d ആണ് എന്ത്? xn. x1 എത്രയാണ്? 11 അല്ലേ? സോ 11 + n - 1 ഇൻറ്റു d എത്ര? 2 ഇസ് ഈക്വൽ ടു xn. ദാറ്റ് ഈസ് 11 പ്ലസ് ബ്രാക്കറ്റിൽ ഓരോ ടേമുമായിട്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. n ഇൻറ്റു 2 2n, പിന്നെ -1 ഇൻറ്റു 2 -2 ഇസ് ഈക്വൽ ടു xn. ദാറ്റ് ഈസ് 2n. 11 - 2 എത്ര? 9 ആണല്ലേ? സോ 2n + 9 ആണ് എന്ത്? xn എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ആണല്ലേ. സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണാൻ ഇക്വേഷൻ എന്താ? ഹാഫ് n ഇൻറ്റു x1 + xn ആണല്ലേ. സോ ദിസ് ഈസ് ഹാഫ് n ഇൻറ്റു x1 എത്രയാണ്? 11 പ്ലസ് xn എത്രയാണ്? 2n + 9. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് n ഇൻറ്റു 2n, 11 + 9 എന്താ? 20 ആണല്ലേ? പ്ലസ് 20. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു n ഇൻറ്റു 2n എന്താ? 2n² ആണ്. പിന്നെയോ n ഇൻറ്റു +20 + 20n. ഓക്കെ, ദാറ്റ് ഈസ് ഇനി ഹാഫിനെ ഓരോ ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഹാഫ് ഇൻറ്റു 2n² എന്ന് വെച്ചാൽ 2n²/2, അത് എത്രയാണ്? n² ആണ്. പിന്നെയോ ഹാഫ് ഇൻറ്റു +20n എന്ന് വെച്ചാൽ 20n/2, അത് എത്രയാണ്? 10n. അപ്പോൾ n² + 10n ആണ് സം ഓഫ് n ടേംസ് കാണാനുള്ള ആൾജിബ്രിക് ഫോം. Second question, how many terms of the sequence starting from first is to be added to get the sum as 600? അതായത് 600 കിട്ടണമെങ്കിൽ എത്ര ടേംസ് ആഡ് ചെയ്യണം? ഫസ്റ്റ് മുതൽ എത്ര ടേംസ് ആഡ് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ട സം ഓഫ് ഫസ്റ്റ് n ടേംസ് കണ്ടിക്കേഷൻ എന്താണ്? n² + 10n ആണ് അല്ലേ? അപ്പോൾ അത് സം ഓഫ് ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മാണ്. അത് നമുക്ക് 600 ആയിട്ട് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ n എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ആ n ആണല്ലോ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ n² + 10n ഈസ് ഈക്വൽ ടു എന്താണ്? 600 ആണ്. ഓക്കെ, നമുക്കറിയാം n + 5 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? n² + 2 × n × 5
പ്ലസ് 5 സ്ക്വയർ ആണ് അല്ലേ? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്നിന് പകരം എക്സും വൈക്ക് പകരം 5ഉം കൊടുത്താൽ ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് n പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു n സ്ക്വയർ പ്ലസ് 10n പ്ലസ് 25. ഓക്കെ, അപ്പോൾ n സ്ക്വയർ പ്ലസ് 10n ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു 25 ഈക്വൽ ടുവിൻ്റെ രണ്ട് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? n സ്ക്വയർ പ്ലസ് 10n പ്ലസ് 25 ഈസ് ഇക്വൽ ടു 600 പ്ലസ് 25. ഈ 25 നമ്മൾ ഈക്വൽ ടുവിൻ്റെ രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഇക്വേഷൻ കറക്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ n സ്ക്വയർ പ്ലസ് 10n പ്ലസ് 25 നമ്മൾ കണ്ടു എന്താ? n പ്ലസ് 5 ഹോൾ സ്ക്വയർ ആണ് അല്ലേ? n പ്ലസ് 5 ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു 600 പ്ലസ് 25 എത്രയുടെ? 625. ഓക്കെ, അപ്പോൾ n പ്ലസ് 5 ഹോൾ സ്ക്വയർ 625 ആണെങ്കിൽ n പ്ലസ് 5 എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 625 ആയിരിക്കും. സ്ക്വയർ റൂട്ട് ഓഫ് 625 എത്രയാണ്? നമുക്കറിയാം 25 ഇൻറ്റു 25 ആണ്. 25 സ്ക്വയർ ആണ് 625 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ n പ്ലസ് 5 ഈസ് ഈക്വൽ ടു എന്താണ്? 25 ആണ്. ഓക്കെ, അപ്പോൾ n എന്തായിരിക്കും? n കാണാൻ വേണ്ടിയിട്ട് ഈ 5ന് ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ പ്ലസ് 5ന് ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -5 ആകും. സോ n ഈസ് ഈക്വൽ ടു 25 മൈനസ് 5. അത് എത്രയാണ്? 20. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട്? 600 വരെ സം കിട്ടണമെങ്കിൽ 20 ടേംസിൻ്റെ ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മാണ് എടുക്കേണ്ടത്. ഓക്കെ, എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ എ നമ്പർ ഫ്രം ദ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പർ. ദ പ്രോബബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി ഓഡ് ഈസ്, ഇവിടെ ഓഡ് എന്നായിരിക്കും, ഓഡ് ഈസ് 1/2. അതായത് 10 നാച്ചുറൽ നമ്പേഴ്സിൽ ഒരു നമ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഓഡ് ആവാനുള്ള ചാൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 10 നാച്ചുറൽ നമ്പേഴ്സ്, ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 10 നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 മുതൽ 10 വരെ 5 ഓഡ് നമ്പേഴ്സ് ആണ്. 1, 3, 5, 7, 9 അങ്ങനെ 5 ഓഡ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഓഡ് നമ്പേഴ്സ് എന്താണ്? നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പേഴ്സ് അല്ലേ? 5 ഓഡ് നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ 5/10 ദാറ്റ് ഈസ് 5നെ നമുക്ക് 5 ഇൻറ്റു 1 എന്ന് എഴുതാം, 10നെ 5 ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള 5ഉം ഡിനോമിനേറ്ററിൽ 5 ക്യാൻസൽ ചെയ്യുമ്പോൾ 1/2 ആണ്. കറക്റ്റ് ആണ് അല്ലേ? ആൻസർ 1/2 ആണ്. സോ ദിസ് ഈസ് ട്രൂ ആണ്. ഫസ്റ്റ് ട്രൂ ആണ്. ഇനി സെക്കൻഡ് എന്താണ്? ദ പ്രോബബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി മൾട്ടിപ്പിൾ ഓഫ് 3. 3യുടെ മൾട്ടിപ്പിൾസ് ആവാനുള്ള പ്രോബബിലിറ്റി. 3യുടെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 3 ഇൻറ്റു 1 3, 3 ഇൻറ്റു 2 6, 3 ഇൻറ്റു 3 9, 3 ഇൻറ്റു 4 12 ആണ്. 12 10 കഴിഞ്ഞിട്ടുള്ളതാണ്. ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ഇവ 3 ഉള്ളൂ അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഏതാണ്? നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 3. അത് ഏതൊക്കെയാണ്? 1 2 3 3 മൾട്ടിപ്പിൾസ് ആണുള്ളത്. സോ 3 ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 മുതൽ 10 വരെ 10 ആണ് അല്ലേ? 3/10 ആണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടാമത്തത് എന്താ? 3/10 അല്ലല്ലോ. സോ ഇത് ഫോൾസ് ആണ്. ഓക്കെ, സെക്കൻഡ് ഫോൾസ് ആണ്. തേർഡ് എന്താണ്? ദ പ്രോബബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി പ്രൈം ആവാനുള്ളത്. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 മുതൽ 10 വരെയുള്ള നമുക്കറിയാം 2 ഒരു പ്രൈം നമ്പറാണ്, 3 ഒരു പ്രൈം നമ്പറാണ്, 5 ഒരു പ്രൈം നമ്പറാണ്, 6 ഇല്ല, 7 ഒരു പ്രൈം നമ്പറാണ്, 8 ഇല്ല, 9 ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രൈം നമ്പേഴ്സ് ഉള്ളൂ 10 വരെ അല്ലേ? എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 പ്രൈം നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ 4 എത്രയാണ് ടോട്ടൽ നമ്പേഴ്സ്? 1 മുതൽ 10 വരെ 10 നമ്പേഴ്സ് ഉണ്ട്. 4/10 ആണ്. 4നെ നമുക്ക് 2 ഇൻറ്റു 2 എന്ന് എഴുതാം, 10നെ നമുക്ക് 5 ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള 2ഉം ഡിനോമിനേറ്റർ 2ഉം ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള 2/5 ആണല്ലോ. അപ്പോൾ ഈ പ്രോബബിലിറ്റി കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഇത് ട്രൂ ആണ്. ഇനി ഫോർത്തിൽ എന്താ പറയുന്നത്? ദ പ്രോബബിലിറ്റി ഫോർ ദ നമ്പേഴ്സ് ടു ബി എ പെർഫെക്റ്റ് സ്ക്വയർ ഈസ് 1/4. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എത്ര ഉണ്ട്? 1 മുതൽ 10 വരെ. 1 സ്ക്വയർ 1 ആണ്, അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 2 സ്ക്വയർ 4, പിന്നെ 3 സ്ക്വയർ 9, പിന്നെ 4 സ്ക്വയർ 16 ആണ്. 16 10 കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ 10 വരെ എത്ര പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ട്? 1 4 9 അല്ലേ? 3 ഉള്ളൂ. അപ്പോൾ 3 ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 മുതൽ 10 വരെ 10. 3/10 ആണ് അല്ലേ? അപ്പോൾ അത് 3/10 ആണല്ലോ വേണ്ടത്, പക്ഷെ ഇവിടെ 1/4 ആണ്. അപ്പോൾ ഇത് ഫോൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ്? ട്രൂ ഉള്ളത് ഏതാണ്? 1ഉം 3ഉം ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1 and 3 ആർ ട്രൂ. അതായത് ബി ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓക്കെ,
Consider all 3-digit numbers that can be written by using the digits 2, 5, 7 without repeating the digits. If one number is taken from this, what is the probability that the number is greater than 500? അതായത് 2, 5, 7 എന്നീ 3 ഡിജിറ്റ്സ് വെച്ചിട്ട് 3 ഡിജിറ്റുള്ള നമ്പേഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാം? നമ്പേഴ്സ് ക്യാൻ ബി റിട്ടൺ വിത്ത് 257 വെച്ചിട്ട് എത്ര നമ്പേഴ്സ് വെക്കാം? 3 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ? അപ്പോൾ 1, 2, 3. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്ലേസിൽ 2ഓ 5ഓ 7 വരാം. അപ്പോൾ എന്ത് 3 നമ്പേഴ്സ് വരാം. 3 നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്ന് വരാം. രണ്ടാമത്തെ പ്ലേസിലോ ആദ്യത്തെ പ്ലേസിൽ ഒന്ന് വെച്ചു, പിന്നെ ബാക്കി 2 നമ്പേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പ്ലേസിൽ 2 നമ്പേഴ്സ് വരാം. പിന്നെ മൂന്നാമത്തെ പ്ലേസിലോ ആദ്യത്തെ പ്ലേസിൽ ഒന്ന് വെച്ചു, രണ്ടാമത്തെ പ്ലേസിൽ ഒന്ന് വെച്ചു, പിന്നെ ബാക്കി ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ 1 നമ്പർ. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പേഴ്സ് എത്ര ആയിരിക്കും? ഈ 2, 5, 7 വെച്ചിട്ട് ടോട്ടൽ എത്ര വെക്കാൻ പറ്റും? ആദ്യം 3 അല്ലേ? ആദ്യം 3 × 2 × 1 അത് എത്ര? 3 × 2 6 അല്ലേ? അപ്പോൾ 6 ആണ്. ടോട്ടൽ 6 നമ്പേഴ്സാണ് 2, 5, 7 വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതിൽ 500നേക്കാൾ കൂടുതലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 500. 3 ഡിജിറ്റ്സ് ആണല്ലേ വേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്ലേസിൽ എന്ത് വരും? 2 ആവാൻ പാടില്ല, പക്ഷെ 5ഓ 7ഓ ആവാം അല്ലേ? കാരണം ഫസ്റ്റ് നമ്പർ 2 ആവുകയാണെങ്കിൽ പിന്നെ 200 സംതിങ്ങേ വരുള്ളൂ. അത് 500നേക്കാൾ ചെറുതാവുള്ളൂ. 500നേക്കാൾ വലുതാവണമെങ്കിൽ ഒന്നെങ്കിൽ 5 വരണം, അല്ലെങ്കിൽ 7 വരാം. അപ്പോൾ 2 നമ്പേഴ്സേ പോസിബിൾ ഉള്ളൂ, ഒന്ന് 5ഉം ഒന്ന് 7ഉം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കേസിൽ ഒരു നമ്പർ ഓൾറെഡി വെച്ചു, ഇനി ബാക്കി 2 നമ്പേഴ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ എന്ത് വരാം? 2 നമ്പേഴ്സ് വരാം ഇവിടെ. അടുത്തല്ലോ 2 സ്ഥലത്ത് വെച്ചു അല്ലേ? ഫസ്റ്റ് ഡിജിറ്റ് വെച്ചു, സെക്കൻഡ് ഡിജിറ്റ്. അപ്പോൾ തേർഡ് ഡിജിറ്റ് ഇനി ഒന്നേ ഉണ്ടാവുള്ളൂ അല്ലേ? 1 നമ്പർ. എത്ര നമ്പർ ഉണ്ട്? 2 × 2 × 1, അതായത് 4 നമ്പേഴ്സാണ് ഉള്ളത് അല്ലേ? അതായത് 500നേക്കാൾ കൂടുതലുള്ള 4 നമ്പേഴ്സാണ് ഉള്ളത്. നമുക്ക് എന്താ പ്രോബബിലിറ്റിയാണ് കാണേണ്ടത് അല്ലേ? പ്രോബബിലിറ്റി ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ ഗ്രേറ്റർ ദാൻ 500 അത് എത്രയാണ്? എത്ര നമ്പേഴ്സ് ഉണ്ട് 500നേക്കാൾ കൂടുതലുള്ളത്? 4 നമ്പേഴ്സാണ്. ബൈ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 6. 4/6. സോ ദ ആൻസർ ഈസ് 4/6. In the figure, there are 2 game boards where the small squares are all equal in size. Playing by putting dots on each game board without looking into it, the game is won if the dot is placed in the shaded part. What is the probability to win if playing in the first game board? അതായത് താഴെ ഫിഗറിൽ ഒരു ഗെയിം ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് സ്ക്വയേഴ്സ് ഉണ്ട്. ചിലത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ചിലത് ഷെയ്ഡ് ചെയ്തിട്ടില്ല. ഷെയ്ഡ് ചെയ്തതിൽ ഡോട്ട് ഇടുമ്പോഴാണ് വിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബോർഡിൽ വിൻ ചെയ്യാനുള്ള ചാൻസ് എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബോർഡിൽ ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ഉണ്ട്. അതിൽ എത്രയാണ് ഷെയ്ഡഡ് ഉള്ളത്? 1, 2, 3, 4, 5. 5 ആണ് ഷെയ്ഡഡ് ഉള്ളത് അല്ലേ? അപ്പോൾ 5 ടോട്ടൽ എത്രയാണ്? 10. 5/10. 5/10 എന്ന് വെച്ചാൽ 5നെ നമുക്ക് 5 × 1 എന്ന് എഴുതാം, 10നെ നമുക്ക് 5 × 2 എന്ന് എഴുതാം. ന്യൂമറേറ്ററിലുള്ള 5ഉം ഡിനോമിനേറ്ററിലുള്ള 5ഉം ക്യാൻസൽ ചെയ്യാൻ, ബാക്കിയുള്ള 1/2 അല്ലേ? അപ്പോൾ 1/2 ആണ് ഫസ്റ്റ് ചെസ് ബോർഡിൽ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? പ്ലേയിങ് വിത്ത് വിച്ച് ഗെയിം ബോർഡ് ഗിവ് ബെറ്റർ ചാൻസ് ടു വിൻ. അതായത് സെക്കൻഡ് ബോർഡിൽ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടി കാണണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെക്കൻഡ് ബോർഡിൽ ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. 15 ഉണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ 15 ആണ്. ബൈ 15 എന്ന് എഴുതാം. ഇനി ഷെയ്ഡഡിൽ ഡോട്ട് ചെയ്താലാണ് വിൻ ചെയ്യുക. അപ്പോൾ എത്ര ഷെയ്ഡഡ് ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7. 7 ഷെയ്ഡഡ് ആണുള്ളത്. അപ്പോൾ 7/15 ആണ്. ഓക്കെ, ഇതാണ് എന്ത്? പ്രോബബിലിറ്റി ടു വിൻ ഇൻ സെക്കൻഡ് ബോർഡ്. ഓക്കെ, നമുക്കറിയാം ഫസ്റ്റിൽ പ്രോബബിലിറ്റി 1/2 ആണ്, അതായത് 0.5 ആണ്. 1/2 എന്ന് വെച്ചാൽ 0.5 ആണ്. സെക്കൻഡിൽ 7/15. 7/15 എന്ന് വെച്ചാൽ എത്രയാണ്?
0.466 അങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇതാണ് എന്ത് പ്രോബബിലിറ്റി ടു വിൻ ഇൻ സെക്കൻഡ് ബോർഡ്. അപ്പോൾ ഏതാണ് കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത് എന്താണ് ഫസ്റ്റ് ആണ്, അത് 0.5 ഉണ്ട്. മറ്റേത് സെക്കൻഡിൽ 0.4 ഉള്ളൂ അല്ലേ. സോ വി ക്യാൻ സേ ഫസ്റ്റ് ഗെയിം ബോർഡ് ഗിവ്സ് ബെറ്റർ ചാൻസ് ടു വിൻ. In the figure, a circle with center C is divided into 3 sectors. A dot is placed in the circle without looking into the circle. What is the probability that the dot is in the sector with central angle 60 degree? അതായത് 60 ഡിഗ്രി സെൻട്രൽ ആംഗിളിൽ വരാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും? അപ്പോൾ ഏരിയ ഓഫ് സെക്ടർ വിത്ത് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ബൈ ടോട്ടൽ ഏരിയ ഓഫ് സർക്കിൾ ആയിരിക്കും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏരിയ ഓഫ് സെക്ടർ കാണാൻ ഇക്വേഷൻ എന്താണ്, സെൻട്രൽ ആംഗിൾ ബൈ 360 ഡിഗ്രി ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ് അല്ലേ. വേർ ആർ എന്ന സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ എന്താണ് ഈ സെക്ടറിന് 60 ഡിഗ്രി ആണല്ലോ. അപ്പോൾ 60 ഡിഗ്രി ബൈ 360 ഡിഗ്രി ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, ഏരിയ ഓഫ് സെക്ടർ ബൈ സർക്കിളിൻ്റെ ഏരിയ എന്താണ് പൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ പൈ ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള 60 ഡിഗ്രി ബൈ 360 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയെ നമുക്ക് എങ്ങനെ എഴുതാം, 1 ഇൻറ്റു 60 ഡിഗ്രി എന്ന് എഴുതാം. ബൈ 360 ഡിഗ്രിയെ നമുക്ക് എങ്ങനെ എഴുതാം, 6 ഇൻറ്റു 60 ഡിഗ്രി അല്ലേ. 6 ഇൻറ്റു 6 36 അല്ലേ. അപ്പോൾ 6 ഇൻറ്റു 60 ഡിഗ്രി എന്ന് വെച്ചാൽ അത് 360 ഡിഗ്രിയാണ്. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള 60 ഡിഗ്രിയും ഡിനോമിനേറ്ററിലുള്ള 360 ഡിഗ്രിയും ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള എന്താണ് 1/6 ആണ് ആൻസർ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. The probability that the dot is placed in the sector with central angle x is 4/9. What is x? അതായത് എക്സ് സെൻട്രൽ ആംഗിളുള്ള സെക്ടർ ഇല്ലേ, അതിൽ ഡോട്ട് പ്ലേസ് ആയുള്ള പ്രോബബിലിറ്റി എന്താണ് 4/9 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ട് പ്രോബബിലിറ്റി കാണാൻ ഇക്വേഷൻ എന്താണ്, ഏരിയ ഓഫ് സെക്ടർ വിത്ത് സെൻട്രൽ ആംഗിൾ എക്സ് ബൈ ഏരിയ ഓഫ് സർക്കിൾ ആണ് അല്ലേ. അതെത്രയാണ് തന്നിട്ടുണ്ടല്ലോ, എത്രയാണ് 4/9 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ ഏരിയ ഓഫ് സെക്ടർ വിത്ത് സെൻട്രൽ ആംഗിൾ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സെക്ടറിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താണ്, സെൻട്രൽ ആംഗിൾ ബൈ 360 ഡിഗ്രി ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ എക്സ് അല്ലേ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ. അപ്പോൾ എക്സ് ഡിഗ്രി ബൈ 360 ഡിഗ്രി ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് സെക്ടർ ബൈ ഏരിയ ഓഫ് സർക്കിൾ എത്രയാണ് പൈ ആർ സ്ക്വയർ. ഓക്കെ, ഈസ് ഈക്വൽ ടു എന്താണ് 4/9. അപ്പോൾ ന്യൂമറേറ്ററുള്ള പൈ ആർ സ്ക്വയറും ഡിനോമിനേറ്ററുള്ള പൈ ആർ സ്ക്വയറും കൂടി ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള എന്താണ് എക്സ് ബൈ 360 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ എക്സ് ബൈ 360 ഡിഗ്രിയാണ് എന്ത് 4/9 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് കാണാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ 360 ഡിഗ്രി ഇവിടെ ബൈ ചെയ്തേക്കില്ലേ. അപ്പോൾ ബൈ 360 ഡിഗ്രി ഇക്വൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 360 ഡിഗ്രി ആവും. സോ എക്സ് ഈസ് ഈക്വൽ ടു 4/9 ഇൻറ്റു 360 ഡിഗ്രി. ദാറ്റ് ഈസ് 360 ഡിഗ്രി ബൈ 9 എത്രയാണ് 40 ആണ് അല്ലേ. 40 ഡിഗ്രിയാണ്. അപ്പോൾ 4 ഇൻറ്റു 40 ഡിഗ്രി എത്രയാണ് 160 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ എക്സ് എത്രയാണ് 160 ഡിഗ്രി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ഈസ് ഇൻ ദ ഷെയ്ഡഡ് റീജിയൻ. ഈ ഷെയ്ഡഡ് റീജിയനിലുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെൻട്രൽ ആംഗിൾ ഓഫ് ഷെയ്ഡഡ് സെക്ടർ അത് എത്രയായിരിക്കും, അത് ടോട്ടൽ ആംഗിൾ എന്താണ്, സി എന്ന പോയിന്റിന് ചുറ്റുള്ള ആംഗിൾ എന്തായിരിക്കും 360 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഒരു പോയിന്റിന് ചുറ്റുള്ള ആംഗിൾ 360 ഡിഗ്രി ആണ്. അപ്പോൾ ഷെയ്ഡഡ് റീജിയൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ ആണ് അല്ലേ, ഇത്രയും ആംഗിൾ. ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയിൽ നിന്നും ഈ 60 ഡിഗ്രിയും പിന്നെ ഈ എക്സ് ഡിഗ്രിയും മൈനസ് ചെയ്യണം അല്ലേ. അതായത് 360 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി മൈനസ് എക്സ്, ടോട്ടൽ 360 ഡിഗ്രിയാണ്. അതിൽ ആദ്യത്തെ 60 ഡിഗ്രി മൈനസ് ചെയ്തു, പിന്നെ എക്സും കൂടി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ബാക്കിയുള്ള പോർഷന് അതായത് സെൻട്രൽ ആംഗിൾ ഓഫ് ഷെയ്ഡഡ് റീജിയൻ കിട്ടും. അതെത്രയാണ് 360 ഡിഗ്രി മൈനസ് 60 മൈനസ് എക്സ് എത്രയാണ് നമുക്ക് കിട്ടിയ 160 അല്ലേ. ദാറ്റ് ഈസ് എത്രയാണ് 360 മൈനസ് 60 300 ആണ്. 300 മൈനസ് 160 എത്രയാണ് 140 ആണ് അല്ലേ. സോ 140 ഡിഗ്രിയാണ് എന്ത് സെൻട്രൽ ആംഗിൾ ഓഫ് ഷെയ്ഡഡ് സെക്ടർ. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി കാണണമെങ്കിൽ, ഈ റീജിയനിലെ പ്രോബബിലിറ്റി കാണണമെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് സെക്ടർ
ഷെയ്ഡഡ് സെക്ടർ ബൈ ഏരിയ ഓഫ് സർക്കിൾ. നമുക്കറിയാം ഏരിയ ഓഫ് സെക്ടർ കാണാൻ ഇക്വേഷൻ എന്താ, സെൻട്രൽ ആംഗിൾ ബൈ 360 ഡിഗ്രി ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിലെ സെൻട്രൽ ആംഗിൾ 140 ആണല്ലോ ഷെയ്ഡഡ് റീജിയനിൽ. അപ്പോൾ 140 ഡിഗ്രി ബൈ 360 ഡിഗ്രി ഇൻറ്റു ഏരിയ എന്താ പൈ ആർ സ്ക്വയർ ബൈ ഏരിയ ഓഫ് സർക്കിൾ എത്ര പൈ ആർ സ്ക്വയർ. ഇപ്പോൾ ന്യൂമറേറ്ററുള്ള പൈ ആർ സ്ക്വയറും ഡിനോമിനേറ്റർ പൈ ആർ സ്ക്വയറും ക്യാൻസൽ ചെയ്തു, ബാക്കി 140 ഡിഗ്രി ബൈ 360 ഡിഗ്രിയാണ്. അതെത്രയാണ്, 140 ഡിഗ്രി ബൈ 360 ഡിഗ്രി. ദാറ്റ് ഈസ് ന്യൂമറേറ്ററുള്ള 0യും ഡിനോമിനേറ്റർ 0യും ക്യാൻസൽ ചെയ്തു, ബാക്കി 14 ഇൻറ്റു 36 ആണ്. 14നെ നമുക്ക് 2 ഇൻറ്റു 7 എന്ന് എഴുതാം ബൈ 36നെ നമുക്ക് 2 ഇൻറ്റു 18 എന്ന് എഴുതാം അല്ലേ. 2 ഇൻറ്റു 18 എന്ന് വെച്ചാൽ 36 ആണ്, 2 ഇൻറ്റു 7 എന്ന് വെച്ചാൽ 14 ആണ്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഇപ്പം ന്യൂമറേറ്ററുള്ള 2 ഡിനോമിനേറ്റർ 2 ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള എന്താ 7/18 ആണ് ആൻസർ. ഓക്കെ, every 2-digit number less than 30 are written in slips of paper and all the slips are put in a box. If one slip is drawn, what is the probability that this number is a multiple of 5? 2-digit number, അതായത് ഫസ്റ്റ് 10 ആണ്, പിന്നെ 11 അങ്ങനെ പോയി ലാസ്റ്റ് 2-digit നമ്പറാണ് 30യേക്കാൾ കുറവുള്ള 29 ആണ് അല്ലേ. അപ്പോൾ ഇത്രയും നമ്പേഴ്സാണ് 2-digit നമ്പേഴ്സ് ലെസ് ദാൻ 30. ഇവ എത്ര എണ്ണം ഉണ്ട്, ഇപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്പർ 29 അല്ലേ. അപ്പോൾ 29 മൈനസ് ഫസ്റ്റ് നമ്പർ 10, 29 മൈനസ് 10 പ്ലസ് 1 ചെയ്താൽ മതി. ഓക്കെ, 29 മൈനസ് 10 19 ആണ്, 19 പ്ലസ് 1 എത്രയാണ് 20 ആണ് അല്ലേ. അപ്പോൾ 20 നമ്പേഴ്സാണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, അതായത് 30യേക്കാൾ കുറവുള്ള 2-digit നമ്പേഴ്സ് 20 നമ്പേഴ്സ് ഉണ്ട്. നമുക്കെന്താ ചോദിക്കേണ്ടത്, പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ 5ൻ്റെ മൾട്ടിപ്പിൾസ് ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്, 5ൻ്റെ മൾട്ടിപ്പിൾസ് 2-digit നമ്പേഴ്സാണ് എടുത്തിട്ടുള്ളത്. 5 ഇൻറ്റു 1 5 പറ്റില്ല, 5 1 ഡിജിറ്റ് ആണ് പറ്റില്ല. 5 ഇൻറ്റു 2 10 പറ്റും, 10. പിന്നെ 5 ഇൻറ്റു 3 15, 5 ഇൻറ്റു 4 20, 5 ഇൻറ്റു 5 25, 5 ഇൻറ്റു 6 30 ആണ്. 30 പറ്റില്ല, 30യേക്കാൾ കുറവുള്ള നമ്പേഴ്സാണ്. അപ്പോൾ ഇവ എത്ര എണ്ണം ഉണ്ട്, 10 15 20 25 4 നമ്പേഴ്സാണുള്ളത് അല്ലേ. അപ്പോൾ ഇവ 4 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി എന്താണ്, 4/20. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 4/20 ആണ്. 4നെ നമുക്ക് 4 ഇൻറ്റു 1 എന്ന് എഴുതാം, 20യെ നമുക്ക് 4 ഇൻറ്റു 5 എന്ന് എഴുതാം, കാരണം 4 ഇൻറ്റു 5 20 ആണ്. ന്യൂമറേറ്ററുള്ള 4ഉം ഡിനോമിനേറ്ററിലെ 4ഉം ക്യാൻസൽ ചെയ്തു, ബാക്കിയുള്ള എന്താണ് 1/5 ആണ് ആൻസർ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഇൻ ഡെസിമൽ ഫോം ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ബീങ് 5. അതായത് ഡിജിറ്റ്സിൻ്റെ സമ്മ് 5 ആയിട്ടുള്ള നമ്പേഴ്സ് ഇല്ലേ, അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോബബിലിറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ. ഓക്കെ, അപ്പോൾ ഡിജിറ്റ്സിൻ്റെ 5 ആയിട്ടുള്ളത് എന്താണ്, ഇതിൽ 14ൻ്റെ ഡിജിറ്റ്സ് 1 + 4 എന്താണ് 5 ആണ്. 23യുടെ ഡിജിറ്റ്സിൻ്റെ സമ്മ് എന്താണ്, 2 + 3 5 ആണ്. 30യുടെ കുറവുള്ള നമ്പേഴ്സാണ് വേണ്ടത് അല്ലേ. അപ്പോൾ 14 23 ആണ് 2-digit നമ്പേഴ്സിൽ സമ്മ്, ഡിജിറ്റ്സിൻ്റെ സമ്മ് 5 ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവ എത്ര എണ്ണം ഉണ്ട്, 2 നമ്പേഴ്സ്. ഇവ 2 എണ്ണം അല്ലേ ഉള്ളൂ നമ്പേഴ്സാണുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി എന്തായിരിക്കും, 2 ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട് 20 അല്ലേ. അപ്പോൾ 2നെ നമുക്ക് 2 ഇൻറ്റു 1 എന്ന് എഴുതാം, 20യെ നമുക്ക് 2 ഇൻറ്റു 10 എന്ന് എഴുതാം. ന്യൂമറേറ്ററിലെ 2ഉം ഡിനോമിനേറ്റർ 2ഉം ക്യാൻസൽ ചെയ്തു, 1/10. 1/10 എന്ന് വെച്ചാൽ എന്താ 0.1 ആണ്, ഡെസിമൽ ഫോമിൽ എഴുതിയില്ലേ. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സം ഓഫ് ഡിജിറ്റ്സ് ബീങ് പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആവാനുള്ള ഡിജിറ്റ്സ്, ഇതിൽ ഈ ഡിജിറ്റ്സ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം, 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, പിന്നെ 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36 എക്സെട്ര. ഇങ്ങനെയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ ഡിജിറ്റ്സിൻ്റെ സമ്മ് എന്താവണം, 1 4 9 16 25 36 ഒക്കെ ആവണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 10ൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് എന്താണ്, 1 + 0 1 കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 10 പോസിബിൾ ആണ്. പിന്നെ 11 1 + 1 2 പറ്റില്ല. പിന്നെ 12 1 + 3 1 + 2 3 ആണ്, പറ്റില്ല. 1 4 9 16 വേണം.
പിന്നെ 13 1 + 3 അത് 4 ആണ്, അത് പറ്റുമല്ലേ? അപ്പോൾ 13 പറ്റും. പിന്നെ 14 പറ്റില്ല. പിന്നെ 1 8ഉം 18 പറ്റും. 1 + 8 9 വരുന്നുണ്ട്. 22ൻ്റെ ഡിജിറ്റ്സിൻ്റെ സം എന്താ? 2 + 2 4 വരുന്നുണ്ട്. പിന്നെ 27ൻ്റെ ഡിജിറ്റ്സ് ആണ് 2 + 7, അത് എന്താ? 9 വരുന്നുണ്ട്. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ടാവുക? 1 2 3 4 5 നമ്പേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 5 ടോട്ടൽ എത്ര നമ്പേഴ്സാണ്? 20. 5/20. 5നെ നമുക്ക് 5 × 1 എന്ന് എഴുതാം. 20യെ നമുക്ക് 5 × 4 എന്ന് എഴുതാം. ന്യൂമറേറ്ററിലുള്ള 5ഉം ഡിനോമിനേറ്ററിലുള്ള 5ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള എന്താണ്? 1/4 ആണ് ആൻസർ. ഓക്കെ. A box contains 10 black beads and 15 white beads. Another box contains 15 black beads and 25 white beads. If one bead is taken from each box, then what is the number of possible pairs? Possible pairs എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോക്സിലെ ടോട്ടൽ എത്ര ഉണ്ട്? 10 ബ്ലാക്കും 15 വൈറ്റും. അപ്പോൾ 10 + 15 25 ആണ്. അപ്പോൾ 25 ഇൻറ്റു അടുത്ത ബോക്സിലോ 15 ബ്ലാക്കും 25 വൈറ്റും. അപ്പോൾ 15 + 25 അത് എത്രയാണ്? 40 ആണ് അല്ലേ? അപ്പോൾ ഇൻറ്റു 40, ദാറ്റ് ഈസ് 25 × 40 എത്രയാണ്? 1000 ആണ് അല്ലേ? സോ ആൻസർ എന്താ? 1000 പെയർസ് ആണ് ടോട്ടലുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ബ്ലാക്ക്? അതായത് രണ്ട് ബോക്സിൽ നിന്ന് ഓരോന്ന് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ രണ്ടും ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ 10 ബ്ലാക്ക് ബീഡ്സ് ആണ് ഉള്ളത് അല്ലേ? അപ്പോൾ 10 ടോട്ടൽ എത്രയാണ് ഫസ്റ്റ് ബോക്സിൽ? 10 + 15 അത് എത്ര? 25. 10/25 ആണ് ഇൻറ്റു സെക്കൻഡ് ബോക്സിൽ ബ്ലാക്ക് എത്ര ഉണ്ട്? 15 ആണ്. സോ 15 ടോട്ടൽ എത്ര ഉണ്ട്? 15 + 25 40. ഓക്കെ. അപ്പോൾ ഇതാണ് രണ്ടും ബ്ലാക്ക് ആവാനുള്ള പോസിബിലിറ്റി. ന്യൂമറേറ്ററുള്ള 0യും ഡിനോമിനേറ്ററിലുള്ള 0യും ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 1 × 15/25 × 4 ആണ് അല്ലേ? 15നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 3 എന്ന് എഴുതാം. 25നെ നമുക്ക് 5 × 5 എന്ന് എഴുതാം. പിന്നെ ഒരു 4 ഉണ്ട് ഡിനോമിനേറ്ററിൽ. ന്യൂമറേറ്ററിലുള്ള 5ഉം ഡിനോമിനേറ്ററിലുള്ള 5ഉം ക്യാൻസൽ ചെയ്യും. ബാക്കി 3/5 × 4, അതായത് 3/5 × 4 എത്രയാണ്? 20. ഓക്കെ. സോ ദ ആൻസർ ഈസ് 3/20. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ബ്ലാക്ക്? അതായത് എന്താണ്? ടോട്ടൽ പ്രോബബിലിറ്റി ആണ് എന്ത്? 1 അല്ലേ? അപ്പോൾ 1ൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? എല്ലാം ബ്ലാക്ക് ആയിട്ടുള്ള പ്രോബബിലിറ്റി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 കിട്ടും അല്ലേ? ദാറ്റ് ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ബ്ലാക്ക് നമ്മൾ കണ്ടല്ലോ, എന്താ? 3/20. ദാറ്റ് ഈസ് 1 - 3/20 എന്ന് വെച്ചാൽ എന്താണ്? 1 × 20. 20 - 3 ഡിനോമിനേറ്ററിൽ 1 × 20, ദാറ്റ് ഈസ് 20. ദാറ്റ് ഈസ് 20 - 3 17 അല്ലേ? അപ്പോൾ 17/20 ആണ് ആൻസർ. ഓക്കെ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് 1 ബീങ് ബ്ലാക്ക് ആൻഡ് അതർ ബീങ് വൈറ്റ്? ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റും ആവാനുള്ള പ്രോബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ബോക്സിൽ വൈറ്റും അടുത്ത ബോക്സിൽ ബ്ലാക്കും ആവാനുള്ള പ്രോബിലിറ്റി. അതിൻ്റെ പ്രോബിലിറ്റി എന്താ? ഫസ്റ്റിൽ 15 വൈറ്റ് അല്ലേ ഉള്ളത്? അപ്പോൾ 15 ടോട്ടൽ എത്രയാണ്? 10 + 15 25 ആണ് ഇൻറ്റു അടുത്തതിൽ എന്താണ്? ബ്ലാക്ക് ആണ് വേണ്ടത് അല്ലേ? അടുത്ത ബോക്സിൽ എത്ര? 15 ബ്ലാക്ക് ആണുള്ളത്. 15 ടോട്ടൽ എത്ര ഉണ്ട്? 15 + 25, അതായത് 40. ഇതാണ് ഒരു ഫസ്റ്റത്തെ വൈറ്റും അടുത്ത ബോക്സിൽ ബ്ലാക്കും ആവാനുള്ള പ്രോബബിലിറ്റി. പ്ലസ് അടുത്തതോ? ഇനി ഫസ്റ്റ് ബോക്സിൽ നിന്ന് ബ്ലാക്കും സെക്കൻഡ് ബോക്സിൽ നിന്ന് വൈറ്റും ആവാമല്ലോ. ആ പ്രോബബിലിറ്റി എന്താണ്? ഫസ്റ്റ് ബോക്സിൽ എത്ര ബ്ലാക്ക് ഉണ്ട്? 10 ടോട്ടൽ എത്രയാണ്? 25 ഇൻറ്റു സെക്കൻഡ് ബോക്സിൽ നിന്ന് എന്ത് വേണം? വൈറ്റ് ആണ് വേണ്ടത്. അപ്പോൾ സെക്കൻഡ് ബോക്സിൽ 25 വൈറ്റ് അല്ലേ? അപ്പോൾ 25 സെക്കൻഡ് ബോക്സിൽ ടോട്ടൽ എത്രയാണ്? 40. ഓക്കെ. ഇതാണ് പ്രോബബിലിറ്റി. ദാറ്റ് ഈസ് ആദ്യത്തെ ബോക്സ് 15 × 15 ആണ് അല്ലേ? 15നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 3 എന്ന് എഴുതാം. ഇൻറ്റു അടുത്ത 15നെയും 5 × 3 എന്ന് എഴുതാം. ഡിനോമിനേറ്ററിൽ 25 ആണ്. 25നെ നമുക്ക് 5 × 5 എന്ന് എഴുതാം. ഇൻറ്റു 40യെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 8. 8 × 5 ആണല്ലോ 40. ഇതാണ് ഫസ്റ്റ്. പ്ലസ് അടുത്ത ബ്രാക്കറ്റിൽ 10നെ നമുക്ക് 5 × 2 എന്ന് എഴുതാം. ഇൻറ്റു 25നെ 5 × 5 എന്ന് എഴുതാം. 25നെ 5 × 5 എന്ന് എഴുതാം.
ഇൻറ്റു 40 നമുക്ക് 5 ഇൻറ്റു 8 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ന്യൂമറേറ്ററുള്ള 5ഉം ഡിനോമിനേറ്ററിലുള്ള 5ഉം ക്യാൻസൽ ചെയ്യാം. ന്യൂമറേറ്ററുള്ള 5ഉം ഡിനോമിനേറ്ററിലുള്ള 5ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി ഉള്ളത് എന്താണ്? 3 ഇൻറ്റു 3 ബൈ 5 ഇൻറ്റു 8. 3 ഇൻറ്റു 3 എന്താണ്? 9 ആണല്ലേ. അപ്പം 9 ബൈ 5 ഇൻറ്റു 8 എന്താണ്? 40 അല്ലേ. 40 പ്ലസ് അടുത്ത ബ്രാക്കറ്റിലോ ന്യൂമറേറ്ററുള്ള 5ഉം ഡിനോമിനേറ്ററിലുള്ള 5ഉം ക്യാൻസൽ ചെയ്തു. ന്യൂമറേറ്ററുള്ള 5ഉം ഡിനോമിനേറ്ററിലുള്ള 5ഉം ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ള 2 ഇൻറ്റു 5 10 ആണ്. 10 ബൈ 8 ഇൻറ്റു 5 എന്താ? 40 അല്ലേ. അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ എന്താണ്? 40 ആണ്. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് സെയിം ഡിനോമിനേറ്റർ ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 9 പ്ലസ് 10 ബൈ 40. അത് എത്രയാണ്? 19 ബൈ 40 ആണ് ആൻസർ. ഓക്കെ. In each of the figures below, 3 angles measurements are given. In which figure all the 3 angles are marked with the correct measurement? അതായത് ഈ തന്നിട്ടുള്ള ഫിഗറിൽ കുറച്ച് ആംഗിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ ഇതിൽ ഏതാണ് കറക്റ്റ് മെഷർമെൻറ്റ്സ് കൊടുത്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ സെൻട്രൽ ആംഗിൾ 100 കൊടുത്തിട്ടുണ്ട്. ഒരു ആർക്കിൻ്റെ താഴെയുള്ള ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ 100. അപ്പോൾ അതിൻ്റെ ഹാഫ് മേലെ ഉണ്ട് 50 അല്ലേ. പക്ഷേ ഈ രണ്ട് ആംഗിൾസ്, ഈ 50യും ഈ ആംഗിൾ കൂടി കൂട്ടിയാൽ എന്താ വേണ്ടത്? 180 ആണ് വേണ്ടത് അല്ലേ. 180 ഡിഗ്രി വേണം. പക്ഷേ ഇത് 50 പ്ലസ് 80 എത്രയാണ്? 130 വരുന്നുള്ളൂ. 180 വേണം. അപ്പോൾ ഇത് എന്താണ്? ഇത് കറക്റ്റ് അല്ല. ഇനി സെക്കൻഡിൽ സെൻട്രൽ ആംഗിൾ 110 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹാഫ് 110ൻ്റെ ഹാഫ് 55 കൊടുത്തിട്ടുണ്ട്. കറക്റ്റാണ്. പക്ഷേ ഈ രണ്ട് ആംഗിൾസ് 55ഉം 70 കൂടി ആഡ് ചെയ്താൽ എന്ത് വരണം? 180 വരണം. പക്ഷേ ഇത് 180 അല്ല. അപ്പോൾ ഇതും എന്താണ്? കറക്റ്റ് അല്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫിഗറിൽ 110 ഡിഗ്രി സെൻട്രൽ ആംഗിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹാഫാണ് എന്ത്? ഈ 55. അത് കറക്റ്റാണ്. പക്ഷേ 55ഉം ഈ 125ഉം കൂടി ആഡ് ചെയ്താൽ എന്ത് വരണം? 180 വരണം. അപ്പോൾ 125 പ്ലസ് 55 എത്രയാണ്? 180 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് കറക്റ്റാണ് അല്ലേ. അപ്പോൾ സി ഓപ്ഷൻ കറക്റ്റാണ്. ഇനി ഡി ഓപ്ഷൻ കൂടി വെറുതെ ഒന്ന് നോക്കാം. സെൻട്രൽ ആംഗിൾ 140 ആണ്. അതിൻ്റെ ഹാഫ് ഇവിടെ 70 വരുന്നുണ്ട്. അപ്പോൾ ഈ 70യും 100ഉം കൂടി കൂട്ടിയാൽ 170 വരുള്ളൂ. 180 വരുന്നില്ല. അപ്പോൾ ഇത് എന്താ? കറക്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. Read the two statements given below. In figure, O is the center of the circle. PQ is a chord. Angle PRQ is equal to 50. Angle PSQ is equal to 50. Statement 2, angle in a semicircle is 90 degree. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും എന്താണ്? കറക്റ്റാണ്. കാരണം PQ എന്ന കോഡ് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾസ് ആണ്. എന്ത്? ഒരേ കോഡിലേക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾസ് ആണ്. ആംഗിൾ PSQ, ആംഗിൾ PRQ. അപ്പോൾ അത് രണ്ട് ഈക്വൽ ആയിരിക്കും. അത് രണ്ട് 50 ഈക്വൽ ആണ്. പക്ഷേ തന്നിട്ടുള്ള ഇത് കറക്റ്റാണ്. പക്ഷേ ഇത് ആവാനുള്ള റീസൺ എന്താണ്? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രി എന്ന റീസൺ അല്ല. പക്ഷേ രണ്ടും സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് അല്ലേ. അപ്പോൾ സോ ദ ആൻസർ എന്താണ്? ഡി ആണ് ആൻസർ. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. In the figure, A, B, C, D, P are the points on the circle with center O. ആംഗിൾ AOB എത്രയാണ്? 130 ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ AOB 130 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ADB എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആംഗിൾ ADB എന്ന് പറയുന്നത് എന്താ? ആംഗിൾ AOBയുടെ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും അല്ലേ. ആംഗിൾ ADB ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആംഗിൾ AOB. കാരണം സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും എന്ത്? ഒരു കോഡ് AB എന്ന കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് 130 ഡിഗ്രി. അപ്പോൾ ആ കോഡ് സർക്കിളിലെ പോയിന്റിലേക്കുള്ള ഉണ്ടാക്കുന്ന ആംഗിൾ എത്തായിരിക്കും? അതിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ. അതാണ് എന്ത്? ഹാഫ് ഇൻറ്റു ആംഗിൾ AOB. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 130 ഡിഗ്രി. അത് എത്രയാണ്? ദാറ്റ് ഈസ് 65 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ ADB എത്ര? 65 ഡിഗ്രിയാണ്. ഇനി എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ആംഗിൾ BDC. ആംഗിൾ BDCയും ആംഗിൾ ADBയും കൂടി കൂടിയാലാണ് നമുക്ക് ഈ ആംഗിൾ കിട്ടുക അല്ലേ. ഏത് ആംഗിൾ D. ആംഗിൾ D എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രി ആണല്ലോ. കാരണം എന്താണ്? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ആണ്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് അറിയാം. സോ ആംഗിൾ D എന്താണ്? 90 ഡിഗ്രി ആണ്.
കാരണം ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ ഡിയിലുള്ള ആംഗിളാണ് എന്ത്? ആംഗിൾ എ ഡി ബിയും ആംഗിൾ ബി ഡി സിയും അല്ലേ. അപ്പോൾ ആംഗിൾ ബി ഡി സി പ്ലസ് ആംഗിൾ എ ഡി ബി ആണ് എന്ത്? ആംഗിൾ ഡി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആംഗിൾ ഡിക്ക് പകരം ആംഗിൾ ബി ഡി സി പ്ലസ് ആംഗിൾ എ ഡി ബി എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾ ബി ഡി സി പ്ലസ് ആംഗിൾ എ ഡി ബി എത്ര കിട്ടിയത്? 65 അല്ലേ. 65 ഡിഗ്രി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതിൽ നിന്ന് ആംഗിൾ ബി ഡി സി കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 65 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കും അല്ലേ. അപ്പോൾ പ്ലസ് 65 ഡിഗ്രി കാൽക്കുലേറ്റ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 65 ഡിഗ്രി ആകും. സോ ആംഗിൾ ബി ഡി സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി മൈനസ് 65 ഡിഗ്രി. -90 മൈനസ് 65 ഡിഗ്രി എത്രയാണ്? 25 ആണല്ലേ. സോ ആംഗിൾ ബി ഡി സി എത്രയാണ്? 25 ഡിഗ്രി ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആംഗിൾ ബി പി സി. ആംഗിൾ ബി പി സി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ആംഗിൾ ബി ഡി സിയും ആംഗിൾ ബി പി സി കൂടി ആഡ് ചെയ്താൽ എന്താണ്? 180 ഡിഗ്രി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആംഗിൾസ് ഇൻ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റ് ആർ 180 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ബി പി സി പ്ലസ് ആംഗിൾ ബി ഡി സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എന്താ? സം ഓഫ് ആംഗിൾസ് ഇൻ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റ് ഈസ് 180 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾ ബി പി സി പ്ലസ് ആംഗിൾ ബി ഡി സി എത്രയാണ്? 25 ഡിഗ്രിയാണ്. ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ ബി പി സി കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 25 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ പ്ലസ് 25 ഡിഗ്രിയെ കാൽക്കുലേറ്ററിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 25 ഡിഗ്രി ആവും. സോ ആംഗിൾ ബി പി സി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 25 ഡിഗ്രി. ഇത് എത്രയാണ്? ദാറ്റ് ഈസ് 155 ഡിഗ്രിയാണ് എന്ത്? ആംഗിൾ ബി പി സി. ഓക്കെ. ഇൻ ദ ഫിഗർ സെൻറ്റേഴ്സ് ഓഫ് സർക്കിൾ ആർ സി ആൻഡ് ഒ. സർക്കിൾസ് ഇൻ്റർസെക്റ്റ് അറ്റ് പി ആൻഡ് ആർ. ആംഗിൾ പി ക്യു ആർ 70 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 70 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി ഒ ആർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആംഗിൾ പി ഒ ആർ എന്തായിരിക്കും? ഇതിൻ്റെ ഡബിൾ ആയിരിക്കും. കാരണം ഒ എന്ന് പറഞ്ഞാൽ സെൻറ്റർ അല്ലേ. സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ പി ആർ എന്ന ആർക്ക് സർക്കിളിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ പി ക്യു ആർ. അപ്പോൾ ആ പി ആർ എന്ന കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് പി ഒ ആർ. അപ്പോൾ പി ഒ ആർ എന്തായിരിക്കും? അതിൻ്റെ ഡബിൾ ആയിരിക്കും. 2 × 70 ഡിഗ്രി അല്ലേ. അതെത്രയാണ്? 140 ഡിഗ്രിയാണ്. ഓക്കെ. ഇനി എന്താ ചോദിച്ചത്? ആംഗിൾ പി എസ് ആർ. ഈ ആംഗിളാണ് അല്ലേ. അപ്പോൾ ആംഗിൾ പി എസ് ആർ എന്താണ്? ആംഗിൾ പി ഒ ആറും ആംഗിൾ പി എസ് ആറും എന്താണ്? ഈ വലിയ സർക്കിളിലെ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിലെ ആംഗിൾസ് ആണ് അല്ലേ. അപ്പോൾ അവയുടെ സം എന്താണ്? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ആംഗിൾ പി ഒ ആർ 40 ഡിഗ്രിയാണ്. ആംഗിൾ പി എസ് ആർ എന്തായിരിക്കും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടണം. അപ്പോൾ 140യുടെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 180 കിട്ടുക? 40 ആണല്ലേ. അപ്പോൾ ആംഗിൾ പി എസ് ആർ എന്താണ്? 40 ഡിഗ്രി ആയിരിക്കും അല്ലേ. അതായത് 180 ഡിഗ്രി മൈനസ് 140 ഡിഗ്രിയാണ്. അതായത് 40 ഡിഗ്രിയാണ് ആംഗിൾ പി എസ് ആർ. ഇനി ആംഗിൾ പി സി ആർ എന്തായിരിക്കും? ആംഗിൾ പി സി ആർ എന്ന് പറഞ്ഞാൽ ഈ പി ആർ എന്ന കോഡ്, വലിയ സർക്കിളിലെ പി ആർ എന്ന കോഡ് സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. സർക്കിളിലെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സർക്കിളിലെ പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് 40 ഡിഗ്രി ആംഗിൾ പി എസ് ആർ. അപ്പോൾ അതിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ. അതായത് 2 × 40 ഡിഗ്രി അതെത്രയാണ്? 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ സി ആൻഡ് ഒ ആർ ദ സെൻറ്റേഴ്സ് ഓഫ് സർക്കിൾ. സർക്കിൾസ് intersect at A and B. AP and AQ are diameters of the circle. Prove that P, B, Q are points on a straight line. പിയും ബിയും ക്യൂ ഒക്കെ ഒരു സ്ട്രെയിറ്റ് ലൈനിലെ പോയിൻറ്റ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ബിയിലേക്ക് പിയിൽ നിന്നും ക്യൂയിൽ നിന്നും എയിൽ നിന്നും ഒക്കെ ജോയിൻ ചെയ്യാം. ഓക്കെ. ഇനി ഈ ആംഗിൾസ് നോക്കൂ. ആംഗിൾ പി എ ബി പി. ആംഗിൾ എ ബി പി എത്രയാണ്? ആംഗിൾ എ ബി പി ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. കാരണം ഈ വലിയ സർക്കിളിലെ ഒരു പോയിൻ്റാണ് ബി അല്ലേ. അപ്പോൾ ആ വലിയ സർക്കിളിലെ ഡയമീറ്റർ ആണ് എന്ത്? എ പി അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എ ബി പി എന്ന് പറയുന്ന ഒരു സെമി സർക്കിളിലെ ഒരു ആംഗിളാണ്. സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആംഗിൾ എ ബി പി എന്താണ്? 90 ഡിഗ്രിയാണ്. കാരണം ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. അതേപോലെ ഈ ആംഗിൾ നോക്കൂ. ആംഗിൾ എ ബി ക്യു അതും എന്താണ്? 90 ഡിഗ്രിയാണ്.
കാരണം എന്താണ്, അതും എന്താണ്, AQ എന്ന് പറഞ്ഞത് ഡയമീറ്റർ അല്ലേ, ഡയമീറ്ററിന്റെ എൻസിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റ് ആണ്, ചെറിയ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് B. അപ്പോൾ അതിലെ എൻസിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ ABQ ഈസ് ഓൾസോ 90 ഡിഗ്രി. കാരണം സെയിം റീസൺ തന്നെയാണ്, സെയിം റീസൺ എഴുതിയാൽ മതി. അപ്പോൾ ആംഗിൾ ABP പ്ലസ് ആംഗിൾ ABQ എത്രയാണ്, ആംഗിൾ ABP പ്ലസ് ആംഗിൾ ABQ ഈസ് ഈക്വൽ ടു എന്താണ്, 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി. അതെത്രയാണ്, 180 ഡിഗ്രി ആണ് അല്ലേ. 180 ഡിഗ്രി ആണെങ്കിൽ എന്താണ്, ആംഗിൾ ABP ആൻഡ് ആംഗിൾ ABQ എന്താ, ലീനിയർ പെയർ ആണ് അല്ലേ. ഒരു ലീനിയർ പെയറിലെ ആംഗിൾസിൻ്റെ സമ്മല്ലേ 180 ഡിഗ്രി ആവുക. സോ നമുക്ക് എന്ത് പറയാം, സോ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്ന് പറയാം. ലീനിയർ പെയർ എന്ന് വെച്ചാൽ രേഖീയ ജോഡി എന്നാണ്. സോ ആംഗിൾ ABP ആൻഡ് ആംഗിൾ ABQ ആർ ഇൻ ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡിയാണ്. അതുകൊണ്ട് എന്ത് പറയാം, സോ രേഖീയ ജോഡിയാവണമെങ്കിൽ ഒരു ലൈനിനെ മറ്റൊരു ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ, PQ എന്ന ലൈനിനെ AB എന്ന ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴല്ലേ ലീനിയർ പെയർസ് ഉണ്ടാവുക. സോ നമുക്ക് എന്ത് പറയാം, PQ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈനിലെ ഒരു പോയിന്റ് ആണ് B അല്ലേ. അപ്പോൾ PBQ എന്ന് കൊടുക്കാം, PQന് പകരം PBQ എന്നും കൊടുക്കാം, അല്ലെങ്കിൽ PQ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് കൊടുക്കാം. ഓക്കെ. In the figure, O is the center of the circle. A, B, C, D are points on the circle. Angle AEB 30 ഡിഗ്രി ആണ്. AB 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ആംഗിൾ CBE 20 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 20 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ BCE എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ട്രയാങ്കിൾ നോക്കൂ, ട്രയാങ്കിൾ BCEയിലെ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്, 30 ഡിഗ്രിയും 20 ഡിഗ്രി. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും, മൂന്ന് ആംഗിൾസിൻ്റെയും സം എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഒരു ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസിൻ്റെയും സമ്മ് 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ആംഗിൾ BCE പ്ലസ് പിന്നെയുള്ള ആംഗിൾസ് ഏതാ, 20 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി. ഇത്ര ആംഗിൾസിൻ്റെ സം എന്താ, 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. സോ ആംഗിൾ BCE പ്ലസ് 20 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എത്ര, 50 ഡിഗ്രി ആണല്ലേ. 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ BCE കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 50 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കൂലേ, അപ്പോൾ പ്ലസ് 50 ഡിഗ്രിയെ കെട്ടിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 50 ഡിഗ്രി ആകും. സോ ആംഗിൾ BCE ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി. അതെത്രയാണ്, 130 ഡിഗ്രിയാണ്. ഓക്കെ. അപ്പോൾ ആംഗിൾ BCE എത്രയാണ്, 130 ഡിഗ്രി. ഓക്കെ. ഇനി ആംഗിൾ ADB എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആംഗിൾ ADBയും ആംഗിൾ ACBയും എന്താണ്, ഈക്വൽ ആണ് അല്ലേ. കാരണം AB എന്ന കോഡ് സർക്കിളിലെ 2 പോയിന്റ്സ് ആയ DC എന്നീ 2 പോയിന്റ്സിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് ആംഗിൾ ADBയും ആംഗിൾ ACBയും. അപ്പോൾ ആംഗിൾ ADBയും ആംഗിൾ ACBയും എന്താണ്, ഈക്വൽ ആയിരിക്കും. ആംഗിൾ ACB എത്രയാണ്, നമുക്കറിയാം ഈ രണ്ട് ആംഗിൾസ്, അതായത് ആംഗിൾ BCEയും ആംഗിൾ ACBയും എന്താ, ലീനിയർ പെയർസ് ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ ഈ രണ്ട് ആംഗിൾസിൻ്റെ സം എന്താ, 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ BCE 130 ഡിഗ്രിയാണ്. അപ്പോൾ മറ്റേ ആംഗിൾ എന്തായിരിക്കും, 180 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി. അതെത്രയാണ്, 50 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആംഗിൾ ACB എത്രയാണ്, 50 ഡിഗ്രിയാണ്. അതേ ആംഗിൾ തന്നെ ആയിരിക്കും ആംഗിൾ ADB, കാരണം ഈ രണ്ടും എന്താണ്, ഒരേ സെഗ്മെൻറ്റിലെ ആംഗിൾസ് ആണ്. അപ്പോൾ ആംഗിൾ ADB എത്രയാണ്, 50 ഡിഗ്രി. ഇനി ആംഗിൾ DAB എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ആംഗിൾ DAB എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ BD എന്നത് എന്താണ്, ഡയമീറ്റർ ആണല്ലോ. അപ്പോൾ ഡയമീറ്ററിൻ്റെ എൻസിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിൻ്റായ Aയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ A അല്ലെങ്കിൽ ആംഗിൾ DAB. അപ്പോൾ ആംഗിൾ DAB എന്താണ്, 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്, ആംഗിൾ ഇൻ എ സെമി സർക്കിളാണ് ആംഗിൾ DAB. അപ്പോൾ അത് 90 ഡിഗ്രി ആയിരിക്കും. ഇനി ആംഗിൾ ABD എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ ആംഗിൾ, അതിന് വേണ്ടിയിട്ട് ഈ ട്രയാങ്കിൾ ABD ഒന്ന് നോക്കൂ. ഈ ട്രയാങ്കിളിലെ സം ഓഫ് ആംഗിൾസ് എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഏതൊരു ട്രയാങ്കിളിലെയും സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രിയും 50 ഡിഗ്രിയും, അവയുടെ സം എത്രയാണ്, 140 ഡിഗ്രി ആയി. ടോട്ടൽ എത്ര വേണം,
180 ഡിഗ്രി വേണം അല്ലേ. ഇത് ഇത്രയും 140 ഡിഗ്രി ആയി. അപ്പോൾ ഇനി 180 ഡിഗ്രി ആവണമെങ്കിൽ 140 കൂടെ എത്ര ആഡ് ചെയ്യണം? 40 ഡിഗ്രി ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ആംഗിൾ എ ബി ഡി എത്രയാണ്? 40 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ ഒ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ, എ ബി സി ഡി ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ, ആംഗിൾ എ ഡി ബി 20 ഡിഗ്രിയാണ്. പിന്നെയോ ആംഗിൾ ബി എസ് സി 50 ഡിഗ്രിയാണ്. പിന്നെ ആംഗിൾ സി എം ഡി 70 ഡിഗ്രിയാണ്. ആംഗിൾ 70 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ഡി സി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആംഗിൾ ബി ഡി സിയും ആംഗിൾ ബി എ സിയും എന്താണ്? സെയിം ആണല്ലോ. ആംഗിൾ ഇൻ എ സെയിം സെഗ്മെന്റ് ആണല്ലേ. അപ്പോൾ ആംഗിൾ ബി എസ് സി 50 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ ബി ഡി സി എന്താണ്? 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ആംഗിൾ എ സി ബി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആംഗിൾ എ സി ബിയും ആംഗിൾ എ ഡി ബിയും എന്താണ്? എ ബി എന്ന കോഡ് സർക്കിളിലെ 2 പോയിന്റ്സിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് ആംഗിൾ എ ഡി ബിയും ആംഗിൾ എ സി ബിയും അല്ലേ. അപ്പോൾ ആംഗിൾ എ ഡി ബി 20 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ എ സി ബി എന്തായിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ ഇൻ എ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. ഇനി ആംഗിൾ എ ബി സി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ആംഗിൾ, അതിന് വേണ്ടിയിട്ട് ഈ ട്രയാംഗിൾ എ ബി സി ഒന്ന് നോക്കൂ. ഈ ട്രയാംഗിളിലെ 2 ആംഗിൾസ് വന്നിട്ടുണ്ട്, ഒന്ന് 50 ഡിഗ്രി ഒന്ന് 20 ഡിഗ്രി. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? ടോട്ടൽ 180 ഡിഗ്രിയാണ് ഒരു ട്രയാംഗിളിലെ ആംഗിൾസിൻ്റെ സം അല്ലേ. അപ്പോൾ 50 ഡിഗ്രി പ്ലസ് 20 ഡിഗ്രി 70 ഡിഗ്രി ഓൾറെഡി ആയി. ഇനി 180 ഡിഗ്രി ആവണമെങ്കിൽ ഇനി എത്ര വേണം? മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും അല്ലേ. 110 പ്ലസ് 70 ആണ് എന്ത്? 180 അല്ലേ. അപ്പോൾ ആംഗിൾ എ ബി സി എത്രയാണ്? 110 ഡിഗ്രി. ഓക്കെ, ആംഗിൾ ഡി സി ഇ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ട്രയാംഗിൾ ഡി സി എം ഒന്ന് നോക്കൂ. ഈ ട്രയാംഗിളിലെ 2 ആംഗിൾസ് ഓൾറെഡി തന്നിട്ടുണ്ട്, ഒന്ന് 50 ഡിഗ്രി ഒന്ന് 70 ഡിഗ്രി. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? ടോട്ടൽ 180 ആണ് വേണ്ടത്. 2 ആംഗിൾസിൻ്റെ സം എന്താ? 70 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി 120 ഡിഗ്രി ആണ് അല്ലേ. പക്ഷേ ടോട്ടൽ 180 വേണം. 120 കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 180 കിട്ടുക? 60 ആണ് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമുക്കെന്താ കണ്ടുപിടിക്കുന്നത്? ആംഗിൾ ഡി സി ഇ ആണ് അല്ലേ. അതായത് ഈ ആംഗിൾ, ഈ 3 ആംഗിൾസ്, അതായത് ഈ 20 ഡിഗ്രിയും ഈ 60 ഡിഗ്രിയും ഈ ആംഗിൾ ഡി സി ഇ കൂടി ആഡ് ചെയ്താൽ എത്രയാണ്? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. ആംഗിൾ ഡി സി ഇ പ്ലസ് 20 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി ഈസിക്കൽ ടു 180 ഡിഗ്രി. കാരണം ബി സി ഇ എന്ന സ്ട്രെയിറ്റ് ലൈനിലെ ആംഗിൾസ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഏതൊരു സ്ട്രെയിറ്റ് ലൈനിലെയും ഒരു പോയിന്റിലുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ സി എന്ന പോയിന്റിലെ ആംഗിൾ എന്താ? 180 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ആംഗിൾ ഡി സി ഇ പ്ലസ് 20 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി 80 ഡിഗ്രിയാണ് അല്ലേ, ഈസിക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഡി സി ഇ ഈസ് ഈക്വൽ ടു, ഡി സി കാണാൻ വേണ്ടിയിട്ട് ഈ 80 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കില്ലേ. അപ്പോൾ പ്ലസ് 80 ഡിഗ്രി കെൽവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 80 ഡിഗ്രി ആവും. സോ ആംഗിൾ ഡി സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി. അതെത്രയാണ്? 100 ഡിഗ്രിയാണ് അല്ലേ. സോ ആംഗിൾ ഡി സി എത്രയാണ്? 100 ഡിഗ്രി. In the figure, O is the center of the circle. The perpendicular chords AB and CD intersect at M. P and Q are 2 points on the circle. Angle ADM is equal to 40 degree എന്ന് തന്നിട്ടുണ്ട്. What is angle BCD? Angle BCD എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആംഗിൾ ADC 40 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതായത് APC എന്ന ആർക്ക് സർക്കിളിലെ ഒരു പോയിന്റായ ഡിയിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ എ ഡി സി അല്ലെ. അത് 40 ഡിഗ്രിയാണ്. എ പി സി എന്ന ആർക്കിന്റെ എൻസിൽ നിന്നും മറ്റൊരു പോയിന്റായ ബിയിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്? ആംഗിൾ എ ബി സി അല്ലെ. അപ്പൊ ആംഗിൾ എ ബി സി എന്തായിരിക്കും? സെയിം ആംഗിൾ തന്നെ ആയിരിക്കും അല്ലെ. കാരണം ഒരേ ആർക്കിന്റെ എൻസ് ആണ് എ എന്ന പോയിന്റിൽ നിന്നും സി എന്ന പോയിന്റിൽ നിന്നും സർക്കിളിലെ 2 പോയിന്റ്സ് ആയ ഡി ബി എന്ന പോയിന്റ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ എ ഡി സിയും ആംഗിൾ എ ബി സിയും അല്ലെ. അപ്പൊ ആ 2 ആംഗിൾസ് എന്താ? ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ ആംഗിൾ എ ബി സി എത്രയായിരിക്കും? 40 ഡിഗ്രി തന്നെയായിരിക്കും അല്ലേ. അപ്പം എന്ത് എഴുതാം? ആംഗിൾ എ ബി സി is equal to angle ADC, that is 40 degree. കാരണം angles in the same segment are equal അല്ലേ.
ഇനി ട്രയാങ്കിൾ BMC ഒന്ന് നോക്കൂ. ഈ ട്രയാങ്കിളിലെ 2 ആംഗിൾസ് കിട്ടി. ഒന്ന് എന്താ ആംഗിൾ BMC എന്താണ് 90 ഡിഗ്രി ആണ്. കാരണം എന്താണ് ഇവ പെർപെൻഡിക്കുലർ ആണ് തന്നിട്ടുണ്ട്. ABയും DCയും പെർപെൻഡിക്കുലർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ BMC 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ആംഗിൾ MBC 40 ഡിഗ്രി ആണ് നമ്മൾ കണ്ട് അല്ലേ. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? മൂന്നാമത്തെ ആംഗിൾ BCD നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഈ ട്രയാങ്കിൾ BMCയിലെ സം ഓഫ് ആംഗിൾസ് എന്താ 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ BMC എന്താ 180 ഡിഗ്രി. കാരണം ഏതൊരു ട്രയാങ്കിളിലെയും സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രിയാണ്. അപ്പോൾ ട്രയാങ്കിൾ BMCയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് 90 ഡിഗ്രിയാണ്, പിന്നെ ഒന്ന് 40 ഡിഗ്രിയാണ്, പ്ലസ് പിന്നെ ഒന്ന് ആംഗിൾ ഏതാണ്? BCD ആണ് അല്ലേ. BCD 180 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി 130 ഡിഗ്രിയാണ് അല്ലേ. സോ 130 ഡിഗ്രി പ്ലസ് ആംഗിൾ BCD 180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ BCD കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 130 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ പ്ലസ് 130 ഡിഗ്രിയെ കെട്ടിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 130 ഡിഗ്രി ആകും. സോ ആംഗിൾ BCD 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി. അത് എത്രയാണ്? 50 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആംഗിൾ BCD നമുക്ക് എന്ത് കിട്ടി? 50 ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? പ്രൂവ് ദാറ്റ് ദ ആർക്സ് APC ആൻഡ് BQD ജോയിൻ ടുഗദർ മേക്ക് സെമി സർക്കിൾ. അതായത് APC എന്ന ആർക്ക്, അതായത് ഈ ആർക്ക് APC എന്ന ആർക്കും പിന്നെ ഈ BQD എന്ന ആർക്ക്, ഈ രണ്ട് കുഞ്ഞ് ആർക്സ് ജോയിൻ ചെയ്താൽ ഒരു സെമി സർക്കിൾ കിട്ടുമെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആർക്സിൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം. സെൻട്രൽ ആംഗിൾ എന്ന് വെച്ചാൽ ഈ രണ്ട് ആർക്സിൻ്റെ എൻസ് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾ അല്ലേ. അപ്പോൾ APC എന്ന ആർക്കിൻ്റെ എൻസ് ആണ് Aയും Cയും. അപ്പോൾ അത് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളാണ് എന്ത്? സെൻട്രൽ ആംഗിളാണ് ആംഗിൾ AOC. ഓക്കെ, ഇനി അടുത്ത ആർക്ക് ഏതാ? BQDയുടെ എൻസ് ആണ് Bയും Dയും. അപ്പോൾ അതിൻ്റെ എൻസ് സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാം. അതായത് Bയിൽ നിന്ന് ജോയിൻ ചെയ്യാം, Dയിൽ നിന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഫോം ചെയ്തിട്ടുള്ള സെൻട്രൽ ആംഗിളാണ്, ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് എന്ത്? ആംഗിൾ BOD അല്ലേ. അപ്പോൾ ഈ ആംഗിൾ AOCയും ആംഗിൾ BODയും ആണ് എന്ത്? ഈ രണ്ട് ആർക്സിൻ്റെയും, അതായത് APC എന്ന ആർക്കിൻ്റെയും BQD എന്ന ആർക്സിൻ്റെയും സെൻട്രൽ ആംഗിൾ അല്ലേ. അപ്പോൾ അവയുടെ സം എത്രയാണെന്ന് നോക്കാം. APCയുടെ സെൻട്രൽ ആംഗിൾ ആണ് ആംഗിൾ AOC അല്ലേ. ആംഗിൾ AOC പ്ലസ് BQയുടെ സെൻട്രൽ ആംഗിൾ ആണ് എന്ത്? ആംഗിൾ BOD. അതെന്താണ്? ആംഗിൾ AOC എത്രയാണ്? ആംഗിൾ AOC എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ABCയുടെ ഡബിൾ ആയിരിക്കും അല്ലേ. കാരണം എന്താണ്? APC എന്ന കോഡിൻ്റെ എൻസിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റായ Bയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളാണ് ഈ 40 ഡിഗ്രി അല്ലേ. അതേ ആർക്കിൻ്റെ എൻസിൽ നിന്ന് സർക്കിളിലെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ AOC അല്ലേ. അപ്പോൾ ആംഗിൾ AOC എന്ന് പറയുന്നത് ഈ 40 ഡിഗ്രിയുടെ ഡബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ 80 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ AOC എന്താണ്? 80 ഡിഗ്രി പ്ലസ് ആംഗിൾ BODയോ നോക്കൂ. ആംഗിൾ BQD എന്ന ആർക്കിൻ്റെ എൻസായ Bയിൽ നിന്നും Dയിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റായ Cയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളാണ് ഈ 50 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ. അതേ ആർക്കിൻ്റെ എൻസായ Bയിൽ നിന്നും Dയിൽ നിന്നും സർക്കിളിലെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ BOD. അപ്പോൾ ഈ ആംഗിൾ BOD എന്ന് പറയുന്നത് ഈ 50 ഡിഗ്രിയുടെ ഡബിൾ ആയിരിക്കും അല്ലേ. അതായത് 2 × 50 ഡിഗ്രി എത്ര? 100 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആംഗിൾ BOD എത്രയാണ്? 100 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOD എന്ന് പറയുന്നത് എന്താ? 80 ഡിഗ്രി പ്ലസ് 100 ഡിഗ്രി, അത് എത്രയാണ്? 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ആർക്സിൻ്റെയും സെൻട്രൽ ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സോ ആർക്ക് APC ആൻഡ് BQD മേക്ക് എ സെമി സർക്കിൾ. ഓക്കെ, draw a triangle with circumradius 4 cm and two of angles 55 degree and 62.5 degree. അതായത് സർക്കം റേഡിയസ് 4 സെൻറ്റിമീറ്ററും രണ്ട് ആംഗിൾസ് 55 ഡിഗ്രിയും 62.5 ഡിഗ്രിയും ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് 4 സെൻറ്റിമീറ്റർ റേഡിയസിലുള്ള സർക്കിളാണ് വേണ്ടത്. അതിനകത്ത് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം അല്ലേ. ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് എന്തൊക്കെയാണ്? ഒന്ന് 55 ഡിഗ്രിയും
ഒരു ആംഗിൾ 62.5 ഡിഗ്രിയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓരോ ആംഗിളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രൽ ആംഗിൾ. ഓക്കെ, അപ്പോൾ ഈ 55 ഡിഗ്രി ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ 55 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഈ സൈഡാണ് അല്ലേ, ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എൻസിൽ നിന്ന് സർക്കിളിലെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ, ഓക്കെ, ഇതാണ് 55 ഡിഗ്രിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രൽ ആംഗിൾ. അത് എത്ര ആയിരിക്കും? ഈ 55ൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ, അതായത് 55 × 2 അത് എത്ര? 110 ഡിഗ്രിയാണ് ഉണ്ടാവുക അല്ലേ. ഇനി അടുത്തത് എന്താണ് നമുക്ക് വേണ്ടത്? ഈ 62.5 എന്ന ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 62.5ന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? ഈ സൈഡാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ സൈഡിൻ്റെ എൻസിൽ നിന്നും സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളാണ് ഈ 62.5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രൽ ആംഗിൾ. അതെന്തായിരിക്കും? ഈ 62.5ൻ്റെ ഡബിൾ ആയിരിക്കും. അതെത്രയാണ്? 62 + 62 124 ആണ്. 120 പിന്നെ ഹാഫ് പ്ലസ് ഹാഫ് 1ഉം, അപ്പോൾ 124 + 1 അതായത് 125 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 125 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വരയ്ക്കണം? ആദ്യം നമ്മൾ സർക്കിൾ വരയ്ക്കണം. സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 4 സെൻറ്റിമീറ്റർ കോമ്പസിൽ മെഷർ ചെയ്തിട്ട് ഒരു 4 സെൻറ്റിമീറ്ററിൻ്റെ സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? സെൻട്രൽ ആംഗിൾസ് ഏതൊക്കെയാണ് വേണ്ടത്? ഒന്ന് 125 ഡിഗ്രിയും ഒന്ന് 110 ഡിഗ്രിയാണ് അല്ലേ. അപ്പം ഈ റേഡിയസിൽ നിന്നും 125 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യുക. പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് 125 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇത് പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് വരയ്ക്കുന്നതൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത്, സബ്ജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ആ വീഡിയോ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ റേഡിയസിൽ നിന്നും 125 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്തിട്ട് ഒരു ലൈന് വരയ്ക്കുക. ഓക്കെ, റേഡിയസ് വരയ്ക്കും. ആ റേഡിയസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ്. അപ്പോൾ ഇതൊരു വെർട്ടെക്സ് ആയി സ്റ്റാർട്ട് ചെയ്തത് മറ്റൊരു വെർട്ടെക്സ്. ഇനി മൂന്നാമത്തെ വെർട്ടെക്സ് കാണാം. അപ്പോൾ മറ്റൊരു സെൻട്രൽ ആംഗിൾ വന്നിട്ടുണ്ടല്ലോ, അത് എത്രയാണ്? 110 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ അടുത്ത ആംഗിൾ മെഷർ ചെയ്യുക. ഈ ലാസ്റ്റ് വരച്ച റേഡിയസിൽ അതിൽ നിന്നും 110 ഡിഗ്രി മെഷർ ചെയ്തിട്ട് മറ്റൊരു റേഡിയസ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ റേഡിയസ് സർക്കിളിനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് മൂന്നാമത്തെ വെർട്ടെക്സ്. ഓക്കെ, അപ്പോൾ ഇനി 3 വെർട്ടിസസും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ, അങ്ങനെ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ആംഗിൾസ് എത്തായിരിക്കും? 125 എന്ന സെൻട്രൽ ആംഗിൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ആംഗിൾ ആയിരിക്കും എന്ത്? 62.5 ഡിഗ്രി വരുന്നത്. പിന്നെ ഈ 110 എന്ന ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിളാണ് എന്ത്? 55 ഡിഗ്രി ആംഗിൾ വരിക. ഓക്കെ.